സഹോദരിമാരെ, യജമാനനായ അല്ലാഹുവിൻ്റെ സൃഷ്ടിജാലകങ്ങളിൽ വലിയ ആദരവും ബഹുമാനവും കിട്ടിയ വിഭാഗമാണ് നമ്മളെല്ലാവരും. ആനക്ക് ആനൻ്റെ വലിപ്പം അറിയില്ല എന്ന് പറഞ്ഞ പോലെ നമ്മക്ക് നമ്മളെ വലിപ്പം മനസ്സിലായിട്ടില്ല. നമ്മൾ ആരാന്നറിയോ? നമ്മൾ സൃഷ്ടാവായ അല്ലാഹു ആദരിച്ചു എന്ന് പരസ്യമായി വിളംബരം ചെയ്ത വിഭാഗമാണ്. ലോകത്തൊരുപാട് സൃഷ്ടികൾ അല്ലാഹുവിനിക്കുണ്ട്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിൻ്റെ കോടാനുകോടി സൃഷ്ടികളാണ് മലക്കുകൾ. ആ മലക്കുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹുവിൻ്റെ കൽപ്പനയ്ക്ക് ഒരു എതിരും പ്രവർത്തിക്കാത്ത, അല്ലാഹ് എന്ത് പറഞ്ഞു അത് തന്നെ ജീവിതത്തിൽ ചെയ്യുന്ന മലക്കുകളാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടികൾ. ആ മലക്കുകളെ കുറിച്ച് പോലും അല്ലാഹ് പറയാത്ത ഒരു വലിയ ബഹുമാനമാണ് മനുഷ്യരായ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ളത്. നിങ്ങൾ നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് ഇന്ന് വരെ ഒരു മലക്കും കള്ളു കുടിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു മലക്കും വ്യഭിചരിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു മലക്കും അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചിട്ടില്ല. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കുകളുടെ വിഭാഗത്തെ കുറിച്ച് എണ്ണിയപ്പോൾ പറഞ്ഞില്ലേ, എപ്പോഴും റുകൂഅ് ചെയ്യുന്ന മലക്കുകൾ അല്ലാഹുവിനിക്കുണ്ട്. എപ്പോഴും സുജൂദിൽ തന്നെ കിടക്കുന്ന മലക്കുകൾ അല്ലാഹുവിനിക്കുണ്ട്. അവരെ പണി റുകൂഅ് ചെയ്യലാണ്, അവരെ പണി സുജൂദ് ചെയ്യലാണ്. അവർ അല്ലാഹുവിൻ്റെ കൽപ്പന എന്തോ അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കലാണ്. ആ മലക്കുകളെ കുറിച്ച് പോലും പറയാത്ത ഒരു പദം മനുഷ്യരായ നമ്മെക്കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അതാണ് വലഖദ് കറംനാ ബനി ആദം. മനുഷ്യ വിഭാഗത്തെ നാം ബഹുമാനിച്ചിട്ടുണ്ട് നബിയേ. മനുഷ്യനായി ജനിച്ചവനാണോ അവൻ ബഹുമാനമുള്ളവനാണ്, ആദരവുള്ളവനാണ്, മഹത്വമുള്ളവനാണ്. അത് ഇസ്ലാമിലേക്ക് വരണമെന്ന് തന്നെ ഇല്ല, മുസ്ലിമാകണമെന്നില്ല. മനുഷ്യന് ആദരവ് കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു ജനാസ കൊണ്ടുപോവുകയാണ്. ആ ജനാസ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ സമയത്ത് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ആ കൊണ്ടുപോയ ജനാസയുണ്ടല്ലോ, കൊണ്ടുപോയ മയ്യിത്തുണ്ടല്ലോ, അതൊരു ജൂതന്റെ മയ്യിത്താണ് നബിയേ, മുസ്ലിമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളല്ല, അംഗീകരിക്കുന്ന ആളല്ല, ഒരു ജൂതന്റെ ജനാസയാണ്, ഒരു ജൂതന്റെ മയ്യിത്താണ് അവിടെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബ, അതൊരു മനുഷ്യനല്ലേ, മനുഷ്യനെ അല്ലാഹ് ബഹുമാനിച്ചിട്ടില്ലേ, ആദരിച്ചിട്ടില്ലേ. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ നാം ആദരിച്ചു എന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ആദരവ് എത്രമാത്രം മഹത്വത്തോടുകൂടെയാണ് അല്ലാഹു മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യരായ നമ്മെ ആദരിച്ചിട്ടുള്ളത് എന്നറിയോ? നിങ്ങൾ നോക്കൂ, നമ്മൾ പലപ്പോഴും ഓതുന്ന സൂറത്തില്ലേ, സൂറത്തുത്തീൻ, എല്ലാവർക്കും മനപ്പാടമുള്ള സൂറത്തില്ലേ അത്? വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹുവിൻ്റെ ഖുർആൻ ആ സൂറത്തിൽ 4 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്തിട്ട് മനുഷ്യരായ നമുക്ക് നൽകിയ ഒരു ആദരവ് അവിടെ പറയുകയാണ്. 4 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ്
അല്ലാഹു തആല മനുഷ്യരായ നമുക്ക് നൽകിയ ആദരവ് പറയുന്നത് ആ വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ്? ആ കാര്യത്തിന് വലിയ ഗൗരവമുണ്ട് എന്നാണ്. ഒരു കാര്യത്തെ കുറിച്ച് സത്യം ചെയ്ത് പറയുമ്പോൾ പറഞ്ഞ കാര്യത്തിന് വലിയ മഹത്വമുണ്ട് എന്നാണ്. ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് സത്യം ചെയ്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞത്. അല്ലാഹു ഒരു വസ്തുവിനെ പിടിച്ച് സത്യം ചെയ്താലോ ആ വസ്തുവും വലിയ മഹത്വമുള്ളതാണ്, ആ വസ്തുവും വലിയ ബഹുമാനമുള്ളതാണ്. ഏത് നിലക്ക് നോക്കിയാലും വലിയ പ്രത്യേകതയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഇവിടെ അല്ലാഹു തആല 4 വസ്തുക്കളെ പിടിച്ച് സത്യം ചെയ്തു. ഒന്നാമതായി പറഞ്ഞത് വത്തീൻ, അത്തിമരത്തെ തന്നെയാണ് സത്യം. അത്തിമരം എന്നുള്ളത് വലിയ ഔഷധ മൂല്യമുള്ള ഒരു മരമാണ്. അത്തിപ്പഴം പല രോഗങ്ങൾക്കും ശിഫയാണ്. അത് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ വസ്തുവായതിനാൽ ആ വസ്തുവിന് വലിയ ബഹുമാനമുണ്ട്. രണ്ടാമതായി അല്ലാഹു പറഞ്ഞു വസ്സൈത്തൂൻ, സൈത്ത് മരത്തെ തന്നെയാണ് സത്യം. ഒലീവ് എണ്ണ നമ്മൾ പറയാറില്ലേ, അത് വലിയ രോഗത്തിന് മരുന്നല്ലേ, പല രോഗത്തിനും അത് ശിഫയല്ലേ. മൂന്നാമതായി അല്ലാഹു സത്യം ചെയ്തു വതൂരി സീനീൻ, അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽ പെട്ട വലിയ മഹാനായ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട വലിയ മഹത്വമുള്ള തൂരി സീനാ പർവ്വതം. ആ പർവ്വതത്തെയും വിളിച്ച് അല്ലാഹു സത്യം ചെയ്തു. നാലാമതായി അല്ലാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് എവിടെയാണെന്നറിയോ? വഹാദൽ ബലദിൽ അമീൻ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കാൻ വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത നാടായ അതാ പരിശുദ്ധ മക്കയെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട തൂരി സീനാ പർവ്വതത്തിന്റെ മഹത്വം ഖുർആനിൽ പറഞ്ഞു. നബി തങ്ങൾ ജനിക്കാൻ നിയോഗിക്കപ്പെട്ട മണ്ണിന്റെ മഹത്വം ഖുർആനിൽ പറഞ്ഞു. അത് അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ട് എന്ന് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്താനാണ്. അതുപോലെ ബൈത്തടക്ക നാട്ടിന്റെ ബറക്കത്താണ്. ഈ നാട്ടിൽ കിടക്കുന്ന മഹാന്റെ മഖ്ബറ ഈ നാട്ടുകാരായ നിങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ നാട്ടിന് ബറക്കത്ത് കിട്ടിയതെല്ലാം. ഈ നാട്ടിന്റെ ഏറ്റവും വലിയ ബറക്കത്ത് ഈ നാട്ടിലാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാൻ വിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ നാടിന് മഹത്വം ഉണ്ട്. ഏതുപോലെ നബിതങ്ങൾ ജനിച്ച നാടിന് മഹത്വം ഖുർആനിൽ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശനമേറ്റ തൂരി സീനാ പർവ്വതത്തിന് മഹത്വമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഔലിയാക്കൾ കിടക്കുന്ന മണ്ണിന് വലിയ മഹത്വമുണ്ട്, വലിയ ആദരവുണ്ട്. അതുകൊണ്ടല്ലേ എൻ്റെ വിഷയമല്ലെങ്കിലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ലോകത്ത് പടച്ചറപ്പിന്റെ ഭൂമിയിൽ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലം എവിടെയാണ്? ഇമാമിങ്ങൾ കിതാബുകൾ ചർച്ച ചെയ്തില്ലേ? ലോകത്ത് ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലം എവിടെയാണ്? നാട് എവിടെയാണെന്നല്ല, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള സ്ഥലം എവിടെയാണ്? അത് പരിശുദ്ധമായ മക്കയാണോ? അല്ല. കഅബാലയം നിലകൊള്ളുന്ന സ്ഥലമാണോ? അല്ല. ലോകത്ത് 1-ാം നമ്പർ ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥലം ഹുജ്റത്തു ശരീഫയാ. അതേ റൗള ശരീഫാ. കാരണം എന്താണ്? ആ റൗളയുടെ അകത്തളത്തിൽ കിടക്കുന്നത് കഅബയുണ്ടാവാൻ കാരണക്കാരനാണ്, സ്വർഗമുണ്ടാകാൻ നിമിത്തക്കാരനാണ്, നരകമുണ്ടാവാൻ കാരണക്കാരനാണ്. ഈ ഭൂമിയും ആകാശവും സർവമണ്ഡലങ്ങളും ഉണ്ടാവാൻ കാരണക്കാരനായ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം വിശ്രമിക്കുന്ന സ്ഥലം, ആ സ്ഥലമാണ് ലോകത്ത് വലിയ മഹത്വമുള്ള സ്ഥലമെന്ന് ഇമാമിങ്ങൾ അർത്ഥസംഘക്കിടമില്ലാതെ വിധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്റെ വിഷയം അതല്ലല്ലോ. മറിച്ച് ഞാൻ പറയുന്നത് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരായ നമുക്ക് അല്ലാഹു നൽകിയ വലിയൊരു മഹത്വത്തെ പറയാൻ 4 വസ്തുക്കളുടെ പേര് പറഞ്ഞ് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറഞ്ഞു. എന്താണ് മനുഷ്യരായ നമുക്ക് അല്ലാഹു നൽകിയ മഹത്വം എന്നറിയോ? ഖുർആനിൽ അല്ലാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാതി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. 4 വസ്തുക്കളെ പിടിച്ച് അല്ലാഹു സത്യം ചെയ്തിട്ട് പറയുന്ന ഗൗരവമായൊരു വിഷയം ഞാൻ പ്രത്യേകം പറയാൻ കാണുന്നറിയോ? ഇന്ന് മനുഷ്യരായ നമ്മൾ അല്ലാഹു നമുക്ക് നൽകിയ ആ നിഅമത്തിനെ കുറിച്ച് ബോധവാന്മാരല്ല. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തെ നാം വിസ്മരിച്ചു കളഞ്ഞു പോകുന്നു എന്ന് മാത്രമല്ല, ആ അനുഗ്രഹത്തെ എങ്ങനെയൊക്കെ പരിഹസിക്കാൻ കഴിയോ, എങ്ങനെയൊക്കെ കളിയാക്കാൻ വേണ്ടി കഴിയോ, അവിടത്തേക്കാണ് മനുഷ്യന്റെ പോക്ക്. അതുകൊണ്ടാണ് ഇതിന്റെ ഗൗരവം എന്റെ സർവ്വ മുഅ്മിനീങ്ങളോട് ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഓ മനുഷ്യ, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല ചൊവ്വായ രൂപത്തിലാണ് കേട്ടോ. നിന്റെ സൃഷ്ടിപ്പ് മറ്റ് ജീവികളെ പോലെ അല്ല, മറ്റുള്ള സൃഷ്ടിജാലങ്ങളെ പോലെ അല്ല. നിന്റെ സൃഷ്ടിപ്പ് ഏറ്റവും നല്ല രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഈ സദസ്സിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ചെവി ആനയെ പോലെ മുറ പോലെയുള്ള ചെവിയാണെങ്കിൽ ഇത്ര അടുത്ത് കസേര ഇടാൻ പറ്റുമോ? അല്ല, നമ്മുടെ മൂക്ക് ആനയുടെ തുമ്പിക്കൈ പോലെ നീളമുള്ള മൂക്കാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ സൃഷ്ടിപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ലോകത്തൊരു ജീവജാലത്തിനും കൊടുക്കാത്ത ഏറ്റവും നല്ല രൂപത്തിലല്ലേ മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചതെന്ന് പരിശുദ്ധ ഖുർആൻ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരാഴ്ച മുമ്പ് ദുബൈയിലായിരുന്നു. ദുബൈയിൽ നിന്ന് വന്ന അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങി. രാവിലെ ദർസിലേക്ക് പോകാൻ വേണ്ടി സുബ്ഹി നിസ്കരിക്കാൻ എഴുന്നേറ്റ് പല്ല് തേക്കാൻ വേണ്ടി വാഷ് ബേസിന്റെ മുമ്പിൽ പോയി ബ്രഷ് എടുത്തിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണാടിയിലേക്ക് ഞാനൊന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്റെ മുഖത്തിന് എന്തോ ഒരു ചേഞ്ച്, മുഖം എന്തോ ഒരു മാറ്റം പോലെ. ഞാൻ പലതവണ ആവർത്തിച്ച് കണ്ണാടി നോക്കി. അപ്പൊ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇത് ഞാൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയം പോയി. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, രാത്രി കിടന്നുറങ്ങുമ്പോ അറിയാതെ എന്റെ ചുണ്ടിന് ഒരു ഉറുമ്പ് കടിച്ചു. ആ ഉറുമ്പ് കടിച്ചപ്പോ എന്റെ ചുണ്ടിങ്ങനെ വീർത്ത്, അല്ലെ ഉറുമ്പ്. ഞാൻ എന്റെ ഭാഷ മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്ന ഭാഷ, ഞാൻ കണ്ണൂരാണ്, വീടുത്തെ ഭാഷ ഇപ്പം തിരിയണമെന്നില്ല. നിങ്ങൾ ചില ഭാഷ എനിക്ക് മനസ്സിലാവാറില്ല. ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാക്കി നിങ്ങൾ പറയണം. ഉറുമ്പ് കടിച്ചപ്പോ ചുണ്ടിങ്ങനെ വീർത്ത് വന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ണാടി ഞാൻ നോക്കിയപ്പോ എനിക്ക് എന്നത്തിന് നോക്കാൻ നാണായിപ്പോയി. എനിക്ക് എന്നെ കാണാൻ തന്നെ മടിയായിപ്പോയി. ഞാൻ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ ഭാര്യന്റെ മുമ്പിലേക്ക് വന്ന് ഞാൻ അറിയാത്ത പോലെ നിന്നാണ് നോക്കുമ്പോ ഭാര്യ എന്നെ കണ്ട ഉടനെ തട്ടം കൊണ്ട് മുഖം മറിച്ചിട്ട്, എന്തെങ്കിലും കോലം, നിങ്ങളെ കാണാനൊരു കോലയില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്. അല്പസമയം കഴിഞ്ഞപ്പോ എന്റെ മകൻ എഴുന്നേറ്റ് വന്ന് ഉടനെ പറഞ്ഞു, ഉപ്പച്ചനെ കാണാൻ ഒരു കോലയില്ല, എന്തെന്നാ ഈ കോല? സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചു പോയത്, എന്റെ കോലം നോക്കുമ്പോ ഏതോ ഒരു ജീവിയെ പോലെയായി മാറിയിട്ടുണ്ട്.
ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു ചെറിയ ഉറുമ്പ് വന്ന് എന്റെ ചുണ്ടിന് കടിച്ചപ്പോ എന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിയത് എന്റെ ഭാര്യക്ക് പിടിച്ചില്ല. എന്റെ മകനിക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ദർസിൽ പോയി മുത്താലിമിന് ക്ലാസ് എടുക്കും, എങ്ങനെ മദ്രസയിൽ പോയി ക്ലാസ് എടുക്കും, എങ്ങനെ നാട്ടുകാരോട് സംസാരിക്കും. ഞാൻ പറഞ്ഞു ഞാൻ ദർസിൽ പോകുന്നില്ല, ഞാൻ ക്ലാസ്സിൽ പോകുന്നില്ല. ഈ മുഖവുമായിട്ട് എങ്ങനെ സംസാരിക്കാനാണ്? ചായ കൊണ്ടുവരാൻ പറഞ്ഞു, ചായ കൊണ്ടുവന്നു. ഞാനത് കുടിക്കാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ചുണ്ട് വീർത്തിട്ട് ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നതിനാൽ ഞാൻ കുടിക്കുന്ന ചായ വെള്ളം പകുതി ഉള്ളിലേക്കും പകുതി പുറത്തേക്കുമാണ്, പൂർണ്ണമായി ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോഴാണ് എന്റെ റബ്ബിനെ ഞാൻ ഓർത്തത്. ഈ ചുണ്ടിന്റെ ഉപകാരം എനിക്ക് എന്റെ റബ്ബ് തന്നത് എത്ര വലിയ നിഅമത്താണ്, എത്ര വലിയ പവറാണ്. സഹോദരിമാരെ, നിങ്ങളൊന്ന് വീട്ടിൽ ചെല്ലൂ. ഇന്ന് രാത്രി വാദം കഴിഞ്ഞിട്ട് 2 ചുണ്ടും ഇല്ല നിങ്ങൾ സങ്കല്പിക്കൂ. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ നോക്കൂ. നിങ്ങൾ വിചാരിച്ചതുപോലെ ആ വെള്ളം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയൂല കേട്ടോ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഓ മനുഷ്യ, നിന്റെ സെട്ടിപ്പ് വലിയ അത്ഭുതം തന്നെ. അല്ലാഹു ചോദിച്ചില്ലേ എന്നോട്, ചോദിച്ചില്ലേ നമ്മളോട്, അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു അന്നജ്ദൈൻ. കണ്ണ് തന്നില്ലടാ, ചുണ്ട് തന്നില്ലടാ, നാവ് തന്നില്ലടാ, എല്ലാം തന്നില്ലടാ. പടച്ച റബ്ബ് ചോദിച്ചത് വെറുതെ അല്ല കേട്ടോ. ഇതിന്റെ ഉപകാരം വലിയ വലിയ ഉപകാരമാണ് സഹോദരങ്ങളെ. ഈ നിലക്ക് വലിയ ഭംഗിയോടെ വലിയ നല്ല സ്ഫുടമായ രൂപത്തിലാണ് മനുഷ്യനായ നമ്മെ അല്ലാഹ് സംവിധാനിച്ചത് എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ ആദരവിന്റെ മറ്റൊരു ഭാഗം നിങ്ങൾ നോക്കൂ. ലോകത്ത് ഏറ്റവും വലിയ വിഭാഗമായ മലക്കിനേക്കാളും വലിയ സ്ഥാനം അല്ലാഹ് മനുഷ്യന് കൊടുത്തില്ലയോ? മലക്കിനേക്കാളും വലിയ സ്ഥാനം മനുഷ്യന് കൊടുത്തില്ലയോ? ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഉസ്താദേ അങ്ങനെയുണ്ടോ? മലക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗം കണ്ടവരാണ്, നരകം കണ്ടവരാണ്, പ്രകാശം കൊണ്ട് പടക്കപ്പെട്ടവരാണ് മലക്ക്. അവർക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല, ബാത്റൂമിന്റെ ആവശ്യമില്ല, അവർക്ക് കല്യാണം കഴിക്കേണ്ടതില്ല. അവരെപ്പോഴും ഇബാദത്തിലായി കഴിയുന്നവരല്ലേ. അവരെക്കാളും മഹത്വം മനുഷ്യനുണ്ടാകുമോ? ഉണ്ടല്ലോ. നാളെ റജബ് 27-ാം രാത്രിയല്ലേ. ഈ 27-ാം രാവിന്റെ പവർ എന്താണ്? അല്ലാഹ് മലക്കുകളെക്കാളും മനുഷ്യനെ ഉയർത്തിയ രാത്രിയല്ലേ. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും. നമ്മളെപ്പോലെ മനുഷ്യവർഗത്തിൽ ജനിച്ച നേതാവാണ്, മനുഷ്യനായി ജനിച്ച ആളാണ്. വലദതുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദ്. പ്രസവിക്കപ്പെടുന്ന സമയത്ത് സുർമയിട്ടവനായി, അതുപോലെ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായി പ്രസവിച്ച നേതാവല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ നടക്കുന്ന സഹസിലേക്ക് വന്ന ഈ കസേരമില്ലാവും. അല്പസമയം ഖുർആൻ വരുന്നവരെ നിങ്ങളൊന്ന് ഇന്ന് സഹകരിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ആ നിലക്ക് മനുഷ്യനായി പടക്കപ്പെട്ട റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ലഭിച്ച രാത്രിയല്ലേ. ഇതുപോലെ നബി തങ്ങൾക്കൊരു സന്തോഷം ഭൂമി ലോകത്ത് വെച്ച് അല്ലാഹ് കൊടുത്തില്ലല്ലോ. സ്വർഗത്തിൽ അല്ലാഹ് കൊടുക്കാൻ കാത്തിരിക്കുകയാണല്ലോ.
അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് കൊടുത്ത ഏറ്റവും വലിയ മഹത്വമുള്ള രാത്രിയാണ് റജബ് 27-ാം രാവ് എന്നുള്ളത്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ആ രാത്രിയിൽ ആ മഹത്വം കൊടുക്കാൻ കാരണമെന്നറിയോ? നുബുവത്തിന്റെ 10-ാം കൊല്ലം ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ എന്ന പേരിലാണ്. ദുഃഖവർഷം എന്നാണ് ആ രാത്രിയുടെ കൊല്ലത്തിന്റെ പേര്. എന്താണ് ദുഃഖവർഷം എന്ന് പേര് പറയാൻ കാരണം? അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുക്കൾ നന്നായി പീഡിപ്പിച്ചപ്പോൾ നബി തങ്ങൾക്ക് സംരക്ഷണം കൊടുത്ത പിതൃ സഹോദരനായ അബൂ താലിബിന്റെ വഫാത്ത് നടന്നത് നബുവത്തിന്റെ 10-ാം കൊല്ലമാണ്. നബി തങ്ങളുടെ പിതൃ സഹോദരനായ അബൂ താലിബ് മരിച്ച് അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സംരക്ഷകയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ നബി തങ്ങൾക്ക് വലിയ താങ്ങും തണലുമായിരുന്ന ഭാര്യയാണല്ലോ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അതേ കൊല്ലം വഫാത്തായി പോയി. നബി തങ്ങളുടെ ഇടങ്കയ്യും വലങ്കയ്യുമായ രണ്ടുപേരും വഫാത്തായപ്പോൾ തങ്ങൾക്ക് വലിയ ടെൻഷനായി പോയി, വലിയ വിഷമമായി പോയി. എനിക്കിനി സംരക്ഷണം തരാൻ ആരുമില്ലല്ലോ, എനിക്ക് കാവലിരിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കായല്ലോ എന്നൊരു ചിന്ത വന്നപ്പോ അല്ലാഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സൊന്ന് സമാധാനിപ്പിക്കാൻ നബി തങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സറൈത മിൻ ഹറാമീൻ ലൈലൻ ഇലാ ഹറാമീൻ കമാ സാറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലമീൻ വബിത തർഖാ ഇലാ അനിൽത മൻസിലതൻ മിൻ ഖാബി ഖൗസൈനി ഔ ഖാബി ഖൗസൈനി ലം തുദ്റക് വലം തുറമി. ഒരു ചൊല്ല് മദീനയിലേക്ക് ഒരു സ്വലാത്ത് മൗലായ സ്വല്ലി വസല്ലം على حبيبك خير الخلق كلهم. അല്ലാഹുവേ, ആ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഹബീബിനെ കാണാനുള്ളൊരു അവസരം ദുനിയാവിലും ആഖിറത്തിലും നൽകണം അല്ലാ. ഞങ്ങളുടെ ജീവിതം നന്നാക്കി തരണം അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കുടുംബം നന്നാക്കണം അല്ലാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അവിടുന്ന് തുടർന്ന് 7 ആകാശത്തിലേക്ക് അവിടുന്ന് അതിനപ്പുറമുള്ള ലൗഹ അർശ് കുർസി കലം പോലെയുള്ള സർവ്വ മേഖലകളിലേക്കും കൊണ്ടുപോയ ദിവസമാണ് റജബ് 27-ാം രാവ് എന്നുള്ളത്. ചരിത്രത്തിന്റെ വിശദീകരണത്തിലേക്ക് പോയാൽ നമുക്ക് പറയാൻ ധാരാളമുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല. പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയത് മലക്കുകളുടെ നേതാവായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സംഗമമാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട മലക്കാണ് എന്ന് മാത്രമല്ല മലക്കുകളുടെ നേതാവ് കൂടിയാണ്. ആ നേതാവ് നബി തങ്ങളെ കൂട്ടിയിട്ട് 7 ആകാശത്ത് വരെ ഉണ്ട്. ലൗഹിന്റെ സമീപത്തുണ്ട്, അർശ് കുർസിയിലുണ്ട്, കലമിലുണ്ട്. പിന്നീട് ഖാബ ഖൗസൈനി ഔ അദ്നാ
സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സ്ഥലത്തെത്തിയപ്പോ മലക്കുകളുടെ നേതാവായ പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അള്ളാഹുവിന്റെ സിദ്ധികളിൽ വലിയ മഹത്വമുള്ള ജീവിയായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളോട് പറഞ്ഞത് ഇമാം ഉമർ ഖാദി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സിദ്റത്തുൽ മുന്തയുടെ ഓരത്തെത്തിയപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ ദഅനി, എന്നെ ഉപേക്ഷിക്കൂ നബിയേ, ഞാനുമായി ബന്ധം വേർപ്പെടുത്തൂ നബിയേ. തഖദ്ദം, തങ്ങൾ മുന്നോട്ട് പോകണം നബിയേ, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ നിവൃത്തിയില്ല, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ പെർമിഷൻ ഇല്ല, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ അനുവാദമില്ല, അതിന് എന്റെ ശരീരം പാകമല്ല. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വന്നാൽ എന്റെ ശരീരം കത്തിച്ചാമ്പലായി പോകും. അതുകൊണ്ട് നബിയെ തങ്ങൾ മുന്നോട്ട് പോകണം. അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. അതേ, എല്ലാം നിയന്ത്രിക്കുന്ന രാജാവായ റബ്ബില്ലേ, ആ റബ്ബിനോട് തങ്ങൾ സംസാരിക്കൂ നബിയേ, സംഭാഷണം നടത്തൂ നബിയേ, അവിടുന്ന് കണ്ട് ആനന്ദിക്കൂ നബിയേ എന്ന് മഹാനായ സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ച രാത്രിയല്ലേ നാളത്തെ രാത്രി. എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഒരു മനുഷ്യന് അല്ലാഹ് മഹത്വം കൊടുത്താൽ മലക്കിന്റെ പവറിനേക്കാളും വലിയ പവറാണ് കേട്ടോ, വലിയ ആദരവാണ് കേട്ടോ, വലിയ സ്ഥാനമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്, നല്ല സൃഷ്ടിപ്പാണ് മനുഷ്യന് അല്ലാഹ് കൊടുത്തത്. മലക്കുകളെക്കാളും മഹത്വമാണ് മനുഷ്യന് കൊടുത്തത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമുക്ക് നമ്മളെ വില മനസ്സിലായിട്ടില്ല എന്ന്. നമ്മൾ വലിയ മഹത്വമുള്ളവരാണ് സഹോദരങ്ങളെ. എന്നാൽ വേദനയോടുകൂടി ഞാൻ പറയട്ടെ, ഇനിയാണ് നിങ്ങൾ വിഷയം ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു സംവിധാനിച്ച ഈ സൃഷ്ടിപ്പിനെ അംഗീകരിക്കാൻ എന്നെ കിട്ടൂല. എനിക്ക് എന്റേതായ സ്വന്തം താല്പര്യത്തിൽ എന്റെ ശരീരം ഒന്ന് മാറ്റിമറിക്കണമെന്ന് ചില ആളുകൾക്ക് തോന്നി തുടങ്ങിയില്ലേ? ഇപ്പൊ കേരളത്തിൽ വലിയ ചർച്ച എന്താണെന്നറിയോ? എന്താ, ഒരാണ് പ്രസവിച്ചു. നിങ്ങൾ അറിഞ്ഞോ? കർണാടകക്കാർ അറിഞ്ഞോ? ആണ് പ്രസവിച്ചു, പൂവങ്കോയി മുട്ടയിട്ടു, ആണ് പ്രസവിച്ചു. ഇതായി ചർച്ച. വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് കൊണ്ടാടുകയാണ്. അത് ഇസ്ലാമിനെ മൂക്കുത്തിക്കാൻ വേണ്ടിയാണ്. കാരണം പണ്ട് പ്രസവിക്കാൻ സ്ത്രീകൾക്കേ കഴിയൂ എന്നൊരു പ്രസ്താവന വിവാദമായിരുന്നു. എന്നുപോലെ ഇപ്പോ ആണ് പ്രസവിച്ചപ്പോ തോണ്ടാണ്, ആണ് പ്രസവിച്ചു. സുബ്ഹാനല്ലാഹ്, പഞ്ചസാര ഭരണിന്റെ പുറത്ത് ശ്രദ്ധിക്കണേ, പഞ്ചസാര ഭരണി മനസ്സിലായില്ലേ, ഡബ്ബ, അതിന്റെ പുറത്ത് കുരുമുളക് പൊടിയുന്ന ഒരാൾ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചാല് അതിൽ ഉറുമ്പ് വരാണ്ട് പോകും. എങ്ങനെ? പഞ്ചസാര ഭരണിന്റെ പുറത്ത് കുരുമുളക് പൊടിയുന്നു ഉറുമ്പ് വരാണ്ടിക്കാൻ വേണ്ടി എഴുതി വെച്ചതാണ്. എന്നാ പിന്നെ ആടെ ഉറുമ്പ് വരാണ്ടിക്കുവോ? സുബ്ഹാനല്ലാഹ്, കേരളത്തിൽ ഒരു പെണ്ണായി ജനിച്ചു. ഒരു പെണ്ണ്, ഉമ്മ പ്രസവിച്ചത് പെണ്ണായിട്ടാണ്. ആ പെണ്ണായി പ്രസവിക്കപ്പെട്ട കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോ ഈ പെണ്ണിന് തോന്നുകയാണ് എനിക്കൊന്ന് ആണാവണം. അങ്ങ് തോന്നുകയാണ്, അതിന് പിന്നെ ചെലവൊന്നുമില്ലല്ലോ, അങ്ങ് തോന്നിപ്പോയി എനിക്ക് നാണാണോ. സുബ്ഹാനല്ലാഹ്, അപ്പൊ ഇവളെ കൂടെ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട്. ആ ചെക്കന് തോന്നി എനിക്ക് പെണ്ണാവണോ. അതിനിപ്പോ ആരോട് ചോദിക്കണ്ടല്ലോ, തോന്നാൻ. അങ്ങനെ എന്തായി,
ഈ പെണ്ണ് പറഞ്ഞു എനിക്കൊന്ന് ആണാവണോ, അപ്പൊ മറ്റേ ചെക്കൻ പറഞ്ഞു എനിക്ക് പെണ്ണു ആവണോ. അപ്പൊ കുഫുവത്ത്. അപ്പൊ എന്തായി? സുബ്ഹാനല്ലാഹ്, ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പെണ്ണായി ജനിക്കപ്പെട്ടവൾ, അവൾക്ക് തോന്നി എനിക്കൊന്നാണാവണം. അത് 2 കൊല്ലത്തെ ചികിത്സ നടത്തി. ആണിന്റെ ഹോർമോണുകൾ പരമാവധി നിക്ഷേപിച്ചു. ആണായി തോന്നാൻ വേണ്ടി പെണ്ണിന്റെ ചില അവയവങ്ങളൊക്കെ മുറിച്ചു മാറ്റി, മുടി കട്ട് ചെയ്തു, സ്തനങ്ങൾ മുറിച്ചു കളഞ്ഞു, ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയിട്ട് കളഞ്ഞു. പക്ഷേ റബ്ബിന്റെ സൃഷ്ടിപ്പ് അപാരമല്ലേ. ഉള്ളിൽ പഞ്ചസാരയാണ്, കുരുമുളക് പൊടിയല്ല. ആ പഞ്ചസാര മാറ്റിയിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഗർഭപാത്രമുണ്ട്. അവയവം ലൈംഗികമായ അവയവം പെണ്ണിന്റെ അവയവം തന്നെയാണ്. മറ്റേ ചങ്ങായിയാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, പെണ്ണാകാൻ വേണ്ടിയിട്ട് കുറെ മുടി അങ്ങ് വെച്ചു, അതേ സ്തനങ്ങൾ വെച്ച് പിടിപ്പിച്ചു, അവയവം മാറ്റിയില്ല. രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് ഈ പെണ്ണായി ജനിച്ച ആണായി കോലം മാറിയവൻ ഗർഭം ചുമന്നു. പത്രക്കാള് മുഴുവനും പറഞ്ഞു ആണ് ഗർഭം ചുമന്നു. ഇന്നാലില്ല. ഈ 2 കൂട്ടരും ജനിച്ചത് മുസ്ലിം തറവാട്ടിലാണ് കേട്ടോ, ഇസ്ലാമിന്റെ മക്കളാണ് കേട്ടോ. ഖാലിഖായ റബ്ബിനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ. നിന്റെ സെട്ടിപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട, നീ ഞങ്ങളെ പെണ്ണായി പഠിച്ചില്ലേ, അത് ഞങ്ങൾ അംഗീകരിക്കൂല. നീ ഞങ്ങൾ ആണായി പഠിച്ചില്ലേ, അത് അംഗീകരിക്കൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളതായ ഒരു സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് റബ്ബ് ഖുർആനിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഓ മനുഷ്യാ, നിന്നെ ഞാൻ പടച്ചത് ഏറ്റവും നല്ല രൂപത്തിലാണെന്ന് പറഞ്ഞ റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് കോലം മാറിയില്ലേ, റബ്ബിനോട് ധിക്കാരം കാണിച്ചില്ലേ? ഓ പ്രിയപ്പെട്ടവരെ, ഇത് റബ്ബിനോടുള്ള വെല്ലുവിളിയല്ലേ? ഇനി നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, മറ്റൊരു രംഗം. ഈ അടുത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായ മറ്റൊരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടു കാണും. സുബ്ഹാനല്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കല്യാണവും, സുബ്ഹാനല്ലാഹ്, കല്യാണ ദിവസം. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമുള്ള മുഹൂർത്ത ദിവസമല്ലേ? മഹാന്മാരായ അയിമത്തുകൾ പറയുന്നു, ആ ദിവസത്തിൽ മലക്കുകൾ ആശീർവദിക്കുന്ന നിക്കാഹാവണം, ഔലിയാക്കൾ അതേ ആശീർവദിക്കുന്ന നിക്കാഹാവണം, റസൂലുള്ള പൊരുത്തപ്പെട്ട വിവാഹമാകണം. സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് അല്പം സംസാരിക്കണം. ഇരിക്കട്ടെ, ആ ചെറുപ്പക്കാരൻ തന്റെ കല്യാണത്തിന്റെ അന്ന് പുതുമണവാളനായി വേഷം കെട്ടിയത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ? ഒരു വള്ളി ടൗസർ ഇട്ട്, സുബ്ഹാനല്ലാഹ്, ഒരു പനിയാനും ഇട്ട്, വായിൽ കോലുമുട്ടായി ചവച്ച്, ഒരു സ്കൂൾ ബാഗും നോക്കിയിട്ട്, വാട്ടർ ബോട്ടിലും കയ്യിൽ പിടിച്ച്, ഏതോ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ കുട്ടി സ്കൂളിൽ പോകുന്നത് പോലെ മണവാട്ടിയുടെ വീട്ടിലേക്ക് കോലം കെട്ടി ചെറുപ്പക്കാരൻ വന്നില്ലേ? ആ ചെറുപ്പക്കാരൻ പടച്ച റബ്ബ് നിശ്ചയിച്ച രൂപത്തിൽ നിന്ന് മാറിയിട്ട് കോലം കെട്ടുകയല്ലേ, വേഷം കെട്ടുകയല്ലേ? ആ ചെറുപ്പക്കാരനെയും സ്വീകരിക്കാൻ മണവാട്ടിയുടെ വീട്ടുകാർക്ക് മനസ്സ് വന്നല്ലോ എന്നോർത്തിട്ട് എനിക്ക് ലജ്ജ തോന്നുകയാണ്. അടിച്ചു ഓടിക്കണ്ടേ അവനെ? പുതിയാപ്പിളയായിട്ട് എനിക്ക് വേണ്ടെന്ന് പറയുന്നതിന് പകരം സ്വീകരിച്ചില്ലേ അവര്? ഇന്നാലില്ല. അതുമുണ്ടായത് മുസ്ലിം തറവാട്ടിലല്ലേ? അതിലേറെ വിഷമതല്ല, അതിനേക്കാളും ഏറെ വിഷമം ആ കോലം കെട്ടിയ വീഡിയോ ക്ലിപ്പിന്റെ ചുവട്ടിൽ ഒരു അമുസ്ലിം ചെറുപ്പക്കാരൻ കമന്റ് എഴുതി. നിങ്ങൾ വായിച്ചോന്നറിയില്ല. ഒരു അമുസ്ലിം ചെറുപ്പക്കാരൻ കമന്റ് എഴുതി. എന്താ കമന്റ്? മുസ്ലിമീങ്ങളിലാണ് ഇത്ര തോന്നിവാസം നടക്കുന്നത്. മുസ്ലിം എന്ന് പറഞ്ഞാലോ മുക്കിന് മതപ്രഭാഷണ പരമ്പര.
മതം പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ മദ്രസ, ഒരുപാട് ആത്മീയ നേതാക്കൾ എല്ലാം ഉള്ള വിഭാഗമാണ് മുസ്ലിങ്ങൾ. ഹിന്ദുക്കളായ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല. എന്നാലോ ഞങ്ങളെ കല്യാണത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇത്രയും ഉപദേശം കൊടുത്തിട്ട്, ഇത്രയും ആത്മീയ നേതാക്കൾ ഉണ്ടായിട്ട്, ഇത്രയും മതപഠന ക്ലാസുകൾ കൊടുത്തിട്ട്, എന്നിട്ടും ഈ സമുദായം തോന്നിവാസം ചെയ്യുന്നുവല്ലോ. ചോദിക്കുന്നത് ആ മുസ്ലിം ചെറുപ്പക്കാരനാണ്. ഓ പ്രിയപ്പെട്ടവരെ, നാളെ ആഖിറത്തിൽ വരുമല്ലോ അവർ, പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമല്ലോ അവർ. 23 കൊല്ലം കല്ലേറുകൊണ്ട്, കൂക്കി വിളി കേട്ട്, പരിഹാസങ്ങൾ കേട്ട്, ഒട്ടകത്തിന്റെ ചീഞ്ഞു നാറിയ കുടൽമാല കഴുത്തിൽ ചാർത്തിയിട്ട്, കല്ലേറുകൊണ്ട് രക്തം പൊടിഞ്ഞ് മുൻപല്ല് പൊട്ടിയ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ഉമ്മത്തിന് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ അവിടുത്തെ കാലിന്റെ മുട്ടിന് രക്തമൊലിച്ചത്, അവിടുത്തെ മുൻപല്ല് പൊട്ടിയത്. മഹാനായ സയ്യിദുനാ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉഹദ് രണാങ്കണത്തിൽ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്ത സ്വഹാബിയല്ലേ. അതാ ശത്രുക്കളുടെ അമ്പ് വന്ന് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കവളിൽ തറച്ചപ്പോ, ആ കവളിൽ തറച്ചുപോയ അമ്പ് വലിച്ചെടുക്കാൻ വേണ്ടി മറ്റൊരു സ്വഹാബി ശ്രമിച്ചപ്പോ അവിടുത്തെ പല്ല് തെറിച്ചുപോയി എന്ന് ചരിത്രത്തിലുണ്ടല്ലോ. ഈ നിലക്ക് മഹാന്മാരായ സ്വഹാബത്ത് ശരീരം കൊടുത്ത് പടുത്തുയർത്തിയ പരിശുദ്ധ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ വെല്ലുവിളിക്കുന്ന ചെറുപ്പക്കാരാ, അതേ റബ്ബിന്റെ നിയമങ്ങളെയും സംവിധാനങ്ങളെയും മറ്റിതര സമുദായത്തിന്റെ മുമ്പിൽ കൊഞ്ഞനം കുത്തുമാറ് പറയിപ്പിച്ച ചെറുപ്പക്കാരാ, പടച്ച റബ്ബിന്റെ കോടതിയും ഹബീബായ തങ്ങളെ മുമ്പിൽ വെച്ച് നിന്നെ ഹാജരാക്കുമ്പോൾ ആ തങ്ങൾ നിന്റെ മുഖത്ത് നോക്കുമോ, നിന്റെ കൈ പിടിക്കുമോ, നിന്നെ രക്ഷപ്പെടുത്തുമോ? മദീനയിൽ കിടന്ന് ആ റസൂലുള്ള വേദനിക്കുകയല്ലേ. വിശുദ്ധ ഹറമിൽ നിന്ന് ഹുജ്റത്തു ശരീഫയുടെ ചുവട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ ഖൽബ് വേദനിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ ഗൗരവത്തോടുകൂടി പറയുന്നു, അള്ളാഹുവിന്റെ നിഅമത്തിനോട് കളിക്കാൻ നിൽക്കണ്ട. റബ്ബ് നമ്മെ ആദരിച്ച ആദരവിനോട് പരിഹസിക്കാൻ നിൽക്കണ്ട, കളിയാക്കാൻ നിൽക്കണ്ട. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ആ റബ്ബ് ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റ് വരുന്ന അടുത്തുള്ള കയറ്റുന്ന വെള്ളം കോരാനൊന്നുമല്ല, നിങ്ങൾ നല്ല പൈസ കൊടുക്കണം. നമ്മുടെ മഹത്തായ മഖാമും അൽഹംദുലില്ലാഹ്. ഞാൻ നേരത്തെ നൗഫൽ സഖായി പറഞ്ഞ പോലെ ഞാനൊരു മാജി ഖത്തീബ് ഒരാഴ്ച ഒരു വെള്ളിയാഴ്ച ഇവിടെ വന്ന് ഖുത്ബ പോയ ആളാണ്. അന്ന് എൻ്റെ ഉമ്മക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട്, ഇത്രയും ദൂരം ജോലി ചെയ്യാൻ പ്രയാസമായത് കൊണ്ടാണ് ഏക്കാതത്. എൻ്റെ ഉമ്മ വഫാത്തായി പോയി. റബ്ബേ, ഞങ്ങളെ മരണപ്പെട്ടു പോയ സർവ്വ ഉമ്മമാർക്കും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെ ഖബർ സന്തോഷമാക്കണം റഹ്മാനെ. ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അന്ന് വരുമ്പോൾ ജുമാ പള്ളിൻ്റെ രണ്ട് മേലെ മുകളിൽ വെച്ചാൽ ജുമാ നിസ്കരിച്ച് താഴെ നിന്ന് പണിയെടുക്കുകയാണ്. മക്കാമൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അന്നെൻ്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോയി. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സുബ്ഹാനല്ലാഹ്, അവർ ഈ സമുദായത്തിന്റെ ആത്മീയ നേതാക്കളാണ്. അവർ കിടക്കുന്ന സ്ഥലം അത് നമ്പർ 1 സ്ഥലമാവണം. നല്ല പുതിയാപ്പളുടെ അറവോലായി കൊടുക്കണം. കാരണം അവർ കിടക്കുന്ന സ്ഥലം ഭംഗിയാക്കിയാൽ അവർ നമ്മെ ഭംഗിയാക്കാൻ ആഖിറത്തിൽ വരും. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നിവിടെ ആണും കൊടുക്കുന്നുണ്ടാ? തങ്ങൾ വന്നാൽ കൊടുക്കാൻ കഴിയോ? ഇൻഷാ അല്ലാഹ് ആണുങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നത്. അപ്പൊ ഞാനും കൊടുക്കണമല്ലോ പൈസ. അള്ളാഹു ബർക്കത്ത് ചെയ്യാം. ബിസ്മില്ലാ. ഞാൻ ചെറിയ പൈസ കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഇന്നലെയും മിഞ്ഞാന്നും എൻ്റെ പുറത്ത് കൊടുക്കുന്നുണ്ട്. നാളെയും കൊടുക്കണം. നിങ്ങൾക്ക് 10 ദിവസം കൊടുക്കാനുണ്ടാവും. അവിടെ നിങ്ങൾക്ക് നല്ല സംഭാവന കൊടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ.
ഞാൻ പറഞ്ഞു വന്നത് ഇന്നിവിടെ വന്നപ്പോ മഖാമി കയറും അൽഹംദുലില്ലാഹ് നല്ല പുതിയാപ്പണ്ട അറപോലെ ആ മഹാന് എത്ര സന്തോഷം ഉണ്ടാവും. അല്ലാഹുവേ അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, അവിടുത്തെ പൊരുത്തം തരണേ റഹ്മാനെ, അവിടുത്തെ സഹായം തരണം റഹ്മാനെ. അതിനുവേണ്ടി സഹായിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. എന്നാലും 10-12 ലക്ഷം റുപ്യ ഇപ്പോഴും കടാണ്. ആ കടം നിങ്ങളൊക്കെ തന്നുകൊണ്ട് വീട്ടണം. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വിശദീകരിച്ച് തന്നെ മടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ ചോദ്യം ചെയ്യുന്നവരായി നമ്മളാരും ഒരിക്കലും മാറിക്കൂടാ. ആ റബ്ബിന്റെ നിഅമത്തുകൾ അംഗീകരിക്കുന്നവരായി നമ്മൾ മാറണം. ആ റബ്ബ് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഞാനും നിങ്ങളും. ആ റബ്ബിനെ റബ്ബായി മനസ്സിലാക്കിയ മഹാന്മാരാണ് ഈ മഖ്ബറയിൽ വിശ്രമിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടി വഴിപ്പെട്ടവരാണ്, അല്ലാഹുവിന് വേണ്ടി അനുസരിച്ചവരാണ്. നേരെ മറിച്ച് പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും നമ്മുടെ റബ്ബിനെ മനസ്സിലായിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം മഹാന്മാരായ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ ഹൽ തദറൂന അജ്വദു ജൂദാ, ഹൽ തദറൂന അജ്വദു ജൂദാ. ഓ സ്വഹാബത്തെ നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണ്? ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാ? സ്വഹാബത്തിനോട് നബി തങ്ങൾ ചോദിക്കുകയാണ്. അന്ന് വലിയ മുതലാളിമാരുണ്ട് മുസ്ലിമിന്റെ സദസ്സിൽ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പോലെ വലിയ സമ്പന്നന്മാരായ മുതലാളിമാരുണ്ട്. പക്ഷേ സദസ്സിനോട് നബി തങ്ങളെ ചോദ്യം ഹൽ തദറൂന അജ്വദു ജൂദാ, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണെന്ന് നിങ്ങൾക്കറിയുമോ സ്വഹാബാ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിന്റെ മറുപടി, നബിയേ അല്ലാഹു വ റസൂലുഹു അഅലം യാ റസൂലല്ലാഹ്. നബിയേ അല്ലാഹുവിനറിയാം, അങ്ങേക്കും അറിയാം, ഞങ്ങൾക്കറിയില്ല. ഇത് പറഞ്ഞപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് മറുപടിയായി നൽകുന്നത് ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാരാണെന്നറിയോ? അല്ലാഹു അജ്വദു ജൂദാ, അല്ലാഹയാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ കേട്ടോ. അല്ലാഹുവാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ. ഞാനിപ്പോൾ മഖാമിന് 17 ലക്ഷം കടമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ കടം വീട്ടണമെങ്കിൽ ഞാനോ കമ്മിറ്റിക്കാരോ മറ്റൊരാളോട് പോയി ചോദിക്കണ്ടേ? ചോദിക്കാതെ ആരെങ്കിലും തരുമോ? എന്നാൽ അടിമകളായ നമുക്ക് ഒന്നും ചോദിക്കാതെ എല്ലാം തന്നതും രാജാവായ റബ്ബല്ലേ. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഉപ്പായുടെ ബീജമായി നീ നിക്ഷേപിക്കപ്പെട്ടിട്ട് 40 ദിവസം നീ രക്തകഷ്ണമായില്ലേ? 40 ദിവസം മാംസകഷ്ണമായില്ലേ? 4-ാം മാസം മനുഷ്യന്റെ രൂപമായില്ലേ? നിനക്ക് ആത്മാവിനെ ഓതി തന്നില്ലേ? ആ ആത്മാവിനെ ഓതുന്ന സമയത്ത് നിന്റെ മുഖത്ത് 2 കണ്ണ് വന്നില്ലേ? 2 കാത് വന്നില്ലേ? വായ വന്നില്ലേ? ചുണ്ട് വന്നില്ലേ? മൂക്ക് വന്നില്ലേ? കൈ വന്നില്ലേ? കാല് വന്നില്ലേ? എല്ലാ ബാഹ്യമായ അവയവങ്ങളോടൊപ്പം നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്തെല്ലാം ഫിറ്റിങ്സുകൾ വേണം, എത്ര വയറിങ് ചെയ്യണം, അതിനെത്ര വയറ് വേണം, എത്ര പ്ലഗ് വേണം, എത്ര സംവിധാനം വേണം, എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഒന്നും ചോദിക്കാതെ ഒന്നും ആവശ്യപ്പെടാതെ കൃത്യമായി നിലനിർത്തി തന്നവനാരാ? സുബ്ഹാനല്ലാഹ്.
ശരീരത്തിന്റെ ഉള്ളിലുള്ള ഞരമ്പില്ലേ സഹോദര, ആ ഞരമ്പ് ഒന്ന് നിവർത്തിയാൽ കിലോമീറ്ററുകൾ ദൂരമുള്ള ഞരമ്പല്ലേ ശരീരത്തിലുള്ളത്. ആ ഞരമ്പുകൾക്കിടയിലൂടെ രക്തമല്ലേ പമ്പ് ചെയ്യുന്നത്. ആ രക്തം പമ്പ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഞരമ്പിൽ ബ്ലോക്കായി പോയാൽ, എവിടെയെങ്കിലും ഒരൽപ്പം കട്ട പിടിച്ചു പോയാൽ പിന്നെ നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. ഉടനെ വരുന്നു വിവരം, മുഹമ്മദ് ആജിക്ക് സ്ട്രോക്ക് വന്നുപോയി. സ്ട്രോക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിന്റെ ശരീരത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കട്ട പിടിച്ചു പോയാൽ, അത് ഓടാതിരുന്നാൽ, ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം ശുദ്ധിയാവാതിരുന്നാൽ അതിന് പറയുന്ന പേരാണ് സ്ട്രോക്ക് എന്നുള്ളത്. ആ സ്ട്രോക്ക് വരലോടുകൂടെ നീ തളർന്നു പോയില്ലേ, കിടന്നു പോയില്ലേ? പാവപ്പെട്ട എന്റെ വയസ്സ് 42 കഴിഞ്ഞു. ഇന്ന് വരെ എന്റെ രക്തക്കുഴലുകളിലൂടെ ഓതുന്ന ഒരു രക്തവും അല്ലാഹു ബ്ലോക്ക് ചെയ്തിട്ടില്ല. എന്റെ രക്തം ഇതുവരെ കട്ട പിടിച്ചിട്ടില്ല. അത് കൃത്യമായി ശുദ്ധീകരിക്കാൻ ആവശ്യമായ മെഷീൻ, കിഡ്നി എന്ന് പേരുള്ള മെഷീൻ, അത് 2 എണ്ണമാണ്. ഒന്നേ വേണ്ടൂ മനുഷ്യന്. ഒരു കിഡ്നിയെ മനുഷ്യന് ആവശ്യമുള്ളൂ. പക്ഷേ എപ്പോഴെങ്കിലും ചിലപ്പോൾ പഞ്ചറായി പോയാലോ ടയറ്, അതിന് പകരം ഒരു സ്റ്റെപ്പിന് ടയർ വെക്കുന്നത് പോലെ ഒരു കിഡ്നിക്ക് തകരാറ് വന്നു പോയാലോ എന്ന് മനസ്സിലാക്കിയിട്ട് സ്നേഹമുള്ള അല്ലാഹ്, വാത്സല്യമുള്ള അല്ലാഹ്, രണ്ടാമതൊരു കിഡ്നിയും കൂടി എക്സ്ട്രാ ഫിറ്റിംഗ് ആയി എന്റെ ശരീരത്തിൽ അല്ലാഹ് സംവിധാനിച്ചിട്ടുണ്ട്. ആ കിഡ്നിയുടെ പ്രവർത്തന ഫലമായി എന്റെ രക്തം ശുദ്ധിയാകുന്നുണ്ട്. ആ കിഡ്നി അങ്ങ് വീക്കായി പോയാൽ പിന്നെ നീ ചെലവഴിക്കുന്ന പണം എത്രയാണ്? ഒരാഴ്ചയിൽ 4 ദിവസം ഡയാലിസ് ചെയ്യുന്നു. ഒരു ഡയാലിസിന്റെ വില 1500 രൂപയാണ്. ഒരാഴ്ചയിൽ 6000 രൂപയാണ്. ഒരു മാസത്തിൽ നിനക്ക് ചെലവാകുന്നത് 25,000 30,000 രൂപയാണ്. ഒരു കൊല്ലമാകുമ്പോഴേക്ക് 3.5 ലക്ഷം രൂപയാണ്. അങ്ങനെ 10 കൊല്ലം നീ ഡയാലിസ് ചെയ്താൽ 3.5 കോടി രൂപയല്ലേ 10 കൊല്ലത്തേക്ക് നീ കിഡ്നിയുടെ പ്രവർത്തനത്തിന് കൊടുക്കേണ്ടി വരുന്നത്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, 30 കൊല്ലമായില്ലേ? 40 വയസ്സായില്ലേ? 50 വയസ്സായില്ലേ? 60 വയസ്സായില്ലേ? പക്ഷേ ഇന്ന് വരെ നിന്റെ രക്തം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു നയാ പൈസ പോലും റബ്ബിന് കൊടുക്കേണ്ടി വന്നില്ലല്ലോ. ഒരു പൈസയും ചെലവഴിക്കേണ്ടി വന്നില്ലല്ലോ. അത് കൃത്യമായി നടക്കേണ്ടതുപോലെ നടത്തിക്കുന്ന രാജാവായ റബ്ബിനോടും നീ വെല്ലുവിളിക്കുന്നു അല്ലേ? ആ റബ്ബിന്റെ സൃഷ്ടിപ്പിനെ നീ ചോദ്യം ചെയ്യുന്നു അല്ലേ? മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബാ. മഹാന്മാര് പഠിപ്പിച്ചില്ലേ, നിന്റെ ശരീരത്തെ മനസ്സിലാക്കിയാൽ ആ റബ്ബിന്റെ വലിപ്പം നിനക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. ഓ എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, പുരുഷന്മാരെക്കാൾ ഒരൽപ്പം ഭംഗി അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആ ഭംഗി വലിയ അപകടമുണ്ടാക്കുമെന്ന് അറിയുന്ന അല്ലാഹ് നിന്നോട് പറഞ്ഞു, ആ ഭംഗി നീ പ്രകടിപ്പിക്കാൻ പാടില്ല. പ്രകടിപ്പിക്കേണ്ടത് ഇല്ലാലി ഔലാദി ഇവലി അസ്വാദിക, നിന്റെ ഭർത്താവിന്റെ മുമ്പിലും നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരുടെ മുമ്പിലല്ലാതെ നിന്റെ ഭംഗി നീ പ്രകടിപ്പിക്കരുതെന്ന് ഖുർആൻ പറഞ്ഞത് നിനക്ക് ഭംഗി തന്ന റബ്ബല്ലയോ? ആ റബ്ബിന്റെ കൽപ്പനയെ ധിക്കരിച്ച് റബ്ബിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാണാനും തൊടാനും പറ്റാത്ത ആടുകളുടെ മുമ്പിൽ കൊണ്ടുപോയി നിന്റെ ഭംഗി പ്രകടിപ്പിച്ചാൽ പടച്ച റബ്ബ് നിന്നെ വെറുതെ വിടുമോ? സുബ്ഹാന ജല്ല ജലാലു. ഇപ്പോൾ ഞാൻ കടന്നു പറയട്ടെ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേര് പറഞ്ഞ് രക്ഷിതാക്കൾ ഇന്ന് ലൈസൻസ് കൊടുക്കുകയാണ് മക്കൾക്ക്. ബാധേ ചെറുപ്പക്കാരന്റെ കൂടെ കാണാനും തൊടാനും പറ്റാത്ത ചെറുപ്പക്കാരന്റെ കൂടെ സ്വന്തം പെൺകുട്ടികളെ ടൂറിനേക്കാൻ ബാപ്പക്ക് മടിയില്ലല്ലോ, ഉമ്മക്ക് മടിയില്ലല്ലോ. 7ാം ക്ലാസ് പൊതുപരീക്ഷ കഴിഞ്ഞ്
കഴിഞ്ഞാൽ പിന്നെ കുട്ടിയെ മദ്രസയിലേക്ക് അയക്കുന്നില്ല. ഉസ്താദേ, അവൾ വലുതായി പോയില്ലേ എന്നാണ്. 10ാം ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾ വരുന്നില്ല, +1 ക്ലാസ്സിലേക്ക് പെൺകുട്ടികൾ വരുന്നില്ല. നേരെ മറിച്ച് കണ്ട കോളേജ് ക്യാമ്പസുകളിൽ കണ്ടവന്റെ കൂടെ പറഞ്ഞേക്കാൻ ഒരു മടിയുമില്ലല്ലോ, ഒരു ലജ്ജയുമില്ലല്ലോ. രാജാവായ റബ്ബ് തന്ന സൗന്ദര്യത്തെ നീ പച്ചയായി വിഭജിക്കുകയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, അള്ളാഹുവിന്റെ നിഅമത്തിനെ കുറിച്ച് നല്ല ബോധം വേണം, റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നല്ല ബോധം വേണം. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യാതെ ഒരാളും പടച്ച റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടൂല കേട്ടോ. അത് ചെറിയ നിഅമത്താണെങ്കിൽ പോലും റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട് കേട്ടോ. അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ തസാലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ അർബഈൻ അൻ ഉംരിഹി ഫീമാ ബിനാ വഅൻ ശബാബിഹി ഫീമാ ബിലാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബഹു വഫീമാ അൻഫഖാ. നിന്റെ ആരോഗ്യത്തെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, നിന്റെ ആയുസ്സിനെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, നിന്റെ സമ്പത്തിനെ കുറിച്ച് റബ്ബിന്റെ മുമ്പിൽ ചോദ്യമുണ്ട്. ആ റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടാതെ ഉത്തരം പറയാതെ മഹ്ശറയിൽ നിന്റെ കാല് അനക്കാൻ കഴിയൂല, നീക്കാൻ കഴിയൂല. പറയുന്നത് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നമുക്ക് പണ്ട് കാലത്തുള്ളതിനേക്കാൾ എത്രയോ നിഅമത്ത് അല്ലാഹു നമുക്ക് തന്നു അല്ലേ. പ്രായമുള്ള ഉപ്പാപ്പർക്കറിയല്ലേ, പണ്ട് കാലത്ത് പട്ടിണിയും പരിവട്ടവും അല്ലെ എത്രയാണ് നമ്മുടെ സമുദായത്തിൽ ഉപ്പാപ്പന്മാർ സഹിച്ചു പോയത്. അന്ന് വീട്ടിൽ 10ഉം 15ഉം 25ഉം മക്കളാണ്. ഇളയമീ മൂത്തമീ മക്കളൊക്കെ കൂട്ടുകുടുംബമായിട്ട് താമസിക്കുകയാണ്. എല്ലാവർക്കും തിന്നാൻ ഭക്ഷണമില്ല, എല്ലാവർക്കും കഴിക്കാൻ ഭക്ഷണമില്ല, ധരിക്കാൻ വസ്ത്രമില്ല. വലിയ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് അന്നത്തെ സമൂഹം ജീവിച്ചത്. പക്ഷേ ദാരിദ്ര്യം അന്നുണ്ടായപ്പോഴൊക്കെ വലിയ പടച്ചറപ്പിനെ പേടി അവർക്കുണ്ടായിരുന്നു. ഒരു ഭക്ഷണം താഴെ വീണുപോയാൽ, ഒരു പിടിഭക്ഷണം താഴെ വീണുപോയാൽ അന്നത്തെ ഉപ്പാപ്പമാർ ഉമ്മാമമാർ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്നിപ്പോ ധരിക്കുന്ന വസ്ത്രത്തിന്റെ എണ്ണം എത്രമാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റൂല. ഷോക്കേസിൽ പോയി നോക്കുമ്പോ ഓരോ ദിവസത്തേക്ക് ഓരോ കളറാണ്. ചൊവ്വാഴ്ച ഗ്രീൻ, വെള്ളിയാഴ്ച യെല്ലോ. അപ്പൊ ഒരു യെല്ലോ ഡ്രസ്സ് ധരിക്കുമ്പോ ആ യെല്ലോ ഡ്രസ്സിന് പറ്റിയ ചെരുപ്പ്, അതിന് പറ്റിയ വള, അതിന് പറ്റിയ മാല, അതിന് പറ്റിയ യെല്ലോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഒരു ഫാൻസി കട പോലെ ഓരോ വീട്ടിലും ആകെ 2 മക്കളും ഒരു ഉമ്മയും ബാപ്പയാ ഉള്ളത്. പക്ഷേ ചെരുപ്പ് പോയി നോക്കിയാൽ 24 ഉണ്ടാവും പുറത്ത്. ഏതോ ജമാഅത്ത് നിസ്കാരം നടക്കാൻ വേണ്ടി പോകുന്നതിലുണ്ടാവും, പുറത്ത് നോക്കിയാൽ ചെരുപ്പ് ഇഷ്ടം പോലെ. ഏതൊക്കെയാണ്? ഓരോ ഡിസൈൻ ചെരുപ്പ്, ഓരോ ഡിസൈൻ വളകൾ, ഓരോ ഡിസൈൻ കമ്മലുകൾ. ഇന്നാലില്ല. റബ്ബ് നിഅമത്ത് തരുമ്പോ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കേണ്ടതിന് പകരം അല്ലാഹുവിൽ നിന്ന് നമ്മൾ അകന്നകന്നു പോയല്ലോ. പ്രവാസ ലോകം അല്ലാഹു നമുക്ക് തുറന്നു തന്നു, വിദേശ രാജ്യത്തിന്റെ നിഅമത്ത് നമുക്ക് അല്ലാഹു തുറന്നു തന്നു. ആ തുറന്നതലോടുകൂടെ മുസ്ലിം ഉമ്മത്ത് വലിയ ഇസ്സത്തിലായി പോയി, വലിയ പ്രതാപത്തിലായി പോയി. പക്ഷേ അല്ലാഹുവിലേക്ക് അടുക്കുന്ന വിഷയത്തിൽ വലിയ വീഴ്ച വന്നുപോയി. റബ്ബിൽ നിന്ന് നമ്മൾ അകന്നുപോയി, റബ്ബിനെ പാടെ മറന്നുപോയി. പഴയ കാലത്ത് കല്യാണത്തിന് പങ്കെടുത്തവർ ഈ സദസ്സിലുണ്ടാകുമല്ലോ. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരുപാട് കാലത്തിന് സ്വപ്ന ഉസ്താദിനൊന്ന് കാണണോ. ഞാൻ പാറപ്പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ മുദരിസായിരുന്നു മദനി ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സഹോദരന്മാരെ,
പഴയ കാലത്തൊരു കല്യാണം വരണം, നല്ലൊരു ഭക്ഷണം കിട്ടണമെങ്കിൽ ആ കല്യാണം വന്നാൽ തന്നെയും എത്ര സൂക്ഷ്മതയിലാണ് വിവാഹങ്ങളൊക്കെ അന്ന് നടന്നത്. പക്ഷേ ഇന്നൽപ്പം നിഅമത്ത് കൂടിയപ്പോൾ കല്യാണത്തിൽ ആർഭാടങ്ങൾ കൂടിയല്ലോ, അഹങ്കാരികളായി നമ്മൾ മാറിയല്ലോ. പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മളോട് പറഞ്ഞില്ലേ, വലാ തുബദ്ദിർ തബ്ദീറാ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന സയാതീൻ. നിങ്ങൾ ദൂർത്തടിക്കല്ലേ, അമിതമാക്കല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന സയാതീൻ. തീർച്ചയായും ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ് കേട്ടോ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്. ഇനിയും നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നു, മൻ അറാദല്ലാഹു അബ്ദൻ ഹവാനാ മൻ അറാദല്ലാഹു അബ്ദൻ അമാനാ. ഒരു മനുഷ്യനെ അല്ലാഹു തആല നിന്ദനാക്കാൻ തീരുമാനിച്ചാൽ, ഒരു അടിമയെ അല്ലാഹു നിസ്സാരനാക്കാൻ തീരുമാനിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൻഫഖ മാലഹു ഫിൽ ബുനിയാൻ. അവന്റെ സമ്പത്ത് മുഴുവനും ബിൽഡിങ്ങിലായി ചെലവഴിച്ച് കളയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പുറത്തെ വീട്ടിലെ പരക്കാരൻ അവന്റെ പരയുടെ ഷേപ്പൊന്ന് ചെറിയ രൂപത്തിൽ മാറ്റം വരുത്തുമ്പോഴേക്ക് ഇപ്പുറത്തെ നിനക്ക് അസൂയ വന്നു പോയല്ലേ, നിന്റെ നല്ല വീട് പൊളിച്ച് മാറ്റം വരുത്തി പോയല്ലേ. അതാ സിമന്റ് ഇട്ട തറയിൽ അപ്പുറത്തെ പുരക്കാരൻ ടൈൽസ് ഇട്ടപ്പോ നിനക്ക് ഗ്രാനൈറ്റേ പറ്റൂവല്ലേ. ഇങ്ങനെ ഓരോന്നിനും വേണ്ടി പണം ചെലവഴിച്ച് അവന്റെ സമ്പത്ത് മുഴുവനും ബിൽഡിങ്ങിലായി ചെലവഴിച്ച് കളയുന്നവൻ അല്ലാഹ് നിസ്സാരപ്പെടുത്തിയവനാണ്. പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റബ്ബിന്റെ നിഅമത്ത് നമ്മൾ ദൂർത്തടിക്കാനുള്ളതല്ല, അനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിൽ പോലും ദൂർത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ നമ്മൾ മാറി നിൽക്കണം. അത്തരം തോന്നിവാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഒരു ദിവസത്തെ നിക്കാഹിന് വേണ്ടി എത്ര ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, എത്ര ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്, എത്ര പണമാണ് വെറുതെ ചെലവഴിക്കുന്നത്. അറിയണേ ഉമ്മ, ഏത് ചെറിയ നിഅമത്താണെങ്കിൽ പോലും പടച്ച റബ്ബിന്റെ കോടതിയിൽ വിചാരണയുണ്ട്, ചോദ്യമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ താബീങ്ങളിൽപ്പെട്ട വലിയ മഹാൻ സയ്യിദുനാ ഇബ്രാഹിമുൽ ഖവാസ്, വലിയ മഹാനാണ് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അടിമയാണ്. ആ അടിമയായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു ദിവസം മനസ്സിൽ ഒരു ആശ വരികയാണ്, മനസ്സിൽ ഒരു ആഗ്രഹം വരികയാണ്. എന്താണ് ആഗ്രഹം എന്നറിയോ? ഒരു പഴുത്ത റുമ്മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നു. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബിൽ ആശയാണ്. സുബ്ഹാനല്ലാഹ്. ഗർഭം ഉണ്ടായ പെണ്ണുങ്ങൾക്ക് ആശ ഉണ്ടാവും, പച്ച മാങ്ങ തിന്നണം, പൊരിച്ച ഇറച്ചി കിട്ടണം, ചുട്ട പപ്പടം കിട്ടണം എന്നുള്ളതുപോലെ ചില ആശകളൊക്കെ ചില ആളുകൾക്ക് വരാറുണ്ട്. എന്നതുപോലെ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ബറക്കത്തുള്ള അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു ദിവസം തന്റെ മനസ്സിൽ ആശ വരുന്നു. എന്താണ് ആശ? ഒരു പഴുത്ത റുമ്മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ തിന്നാമായിരുന്നു. ആശ വെച്ചുകൊണ്ട് മഹാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുറെ നടന്നു. അപ്പോഴതാ നടന്നു പോകുന്ന വഴിയരികിൽ ഒരു റുമ്മാമ്പഴം കിടക്കുന്നു. ആ റുമ്മാമ്പഴത്തിന്റെ ഉടമസ്ഥനെ കണ്ടെത്തുന്നു. നോക്കുമ്പോൾ അത് പൊതുസ്വത്താണ്, ആർക്കും സഞ്ചരിക്കുന്നവർക്ക് യാത്രക്കാർക്ക് ഭക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന് വലിയ സന്തോഷമായി പോയി. ആ റുമ്മാമ്പഴം എടുത്ത് അതിന്
അതിന്റെ തൊലിയങ്ങ് പൊളിച്ചു. അതിന്റെ ഉള്ളിലുള്ള മധുരമുള്ള കുരുല്ലേ, ആ കുരുവെടുത്ത് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു വായിലിട്ട് ചവച്ചു. ചവച്ചപ്പോ സുബ്ഹാനല്ലാഹ് പൊളിച്ചിട്ട് തിന്നാൻ കഴിയുന്നില്ല, പഴുത്തിട്ടില്ല. പഴം പാകമായി വരുന്നേ ഉള്ളൂ. പുളിയാണ്, പുളിരസമാണ് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മഹാൻ അത് പിടിച്ചില്ല. പുളി രസമുള്ള സാധനമാണ്, എന്നാലും മൂപ്പർക്കത് പിടിച്ചില്ല. അതുകൊണ്ട് മഹാൻ ആ പുളി രസമുള്ള റുമ്മാമ്പഴത്തിന്റെ കുരു അങ്ങ് തുപ്പിക്കൾ. എന്നിട്ട് പിന്നെയും നടക്കുകയാണ്. ഒരു പഴുത്ത റുമ്മാമ്പഴം കിട്ടിയിരുന്നെങ്കിൽ, അതാ ആശ ഉണ്ട്, ആശ വിട്ടിട്ടില്ല. കിട്ടിയിട്ട് പുളിച്ച് കിട്ടിയിട്ടും ആശ വിട്ടില്ല. പിന്നെയും നടക്കുകയാണ്. പഴുത്ത റുമ്മാമ്പഴത്തിന് വേണ്ടി ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു നടന്നു. കുറെ അങ്ങെത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് മഹാൻ ഒരു അത്ഭുതം കാണുകയാണ്. മഹാൻ നടന്നു പോകുന്ന വഴിയരികിൽ ഒരു അത്ഭുതം കാണുന്നു. എന്താണ് അത്ഭുതമെന്നറിയോ? അതാ നടന്നു പോകുന്ന വഴിയരികിൽ ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു, ഒരു യുവാവ് കിടക്കുന്നു. ആ യുവാവിന്റെ ശരീരത്തിൽ വല്ല വിഷമുള്ള കടന്നൽ വന്ന് കുത്തുന്നു. കടന്നൽ അറിയില്ലേ? കടന്നൽ അറിയോ? കടന്നൽ തേനീച്ചയൊക്കെ വെച്ച് വലിപ്പമുള്ള, കുത്തിയ നല്ല രസം അറിയേണ്ട കഞ്ചിക്കാറ നിങ്ങളുടെ ഭാഷയിൽ. ആ സാധനം വന്ന് മഹാനവകളുടെ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിൽ ഇങ്ങനെ കുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കണ്ടിട്ടാണ് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ റോട്ടിലേക്ക് ഇങ്ങനെ നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഒരാൾക്ക് വേദനിക്കുന്നത് കണ്ടാൽ, നല്ല ഖൽബിന്റെ ഉടമയാണെങ്കിൽ അയാൾക്കും വേദനിക്കുമല്ലോ. അത് ഈമാനിന്റെ അടയാളമാണ്, അല്ലേ? മൻ ഫറജ ഖുർബത അഖീഹി ഫറജല്ലാഹു ഖുർബതഹു യൗമൽ ഖിയാമ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരാൾക്കൊരു പ്രയാസം വരുമ്പോൾ ആ പ്രയാസത്തിൽ പങ്കാളിയായാൽ തന്നെ അവന് വലിയ പ്രതിഫലം ഉണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ആ പ്രയാസം കണ്ടപ്പോൾ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സങ്ങ് വേദനിച്ചു പോയി. ഉടനെ ആ ചെറുപ്പക്കാരന്റെ സമീപത്ത് ചെന്നു. അയാൾ ഇങ്ങനെ കമിഴ്ന്നു കിടക്കുകയാണ്, ചെരിഞ്ഞു കിടക്കുകയാണ്. പിറകിലൂടെയാണ് മഹാൻ ചെല്ലുന്നത്. ചെന്നിട്ട് അല്പം ദൂരെ നിന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ഫുലാൻ. കടന്നൽ കുത്തേറ്റുകൊണ്ട് വേദന കൊണ്ട് പൊളയുന്ന ഈ ചെറുപ്പക്കാരനോട് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു സലാം പറയുന്നു. സലാം പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ സലാം അടക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. എങ്ങനെയാണ് സലാം അടക്കിയത്? വഅലൈക്കുമുസ്സലാം യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, നിനക്കും അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. പേര് വിളിച്ചിട്ടാണ് സലാം അടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിമുൽ ഖവാസ് ചിന്തിക്കുന്നു, എന്റെ ഒറ്റ ഗ്രൂപ്പിലും ഇയാളില്ലല്ലോ. വാട്സപ്പിൽ ഒറ്റ ഗ്രൂപ്പിലും ഇയാളില്ല. ഇയാളുമായി ഞാൻ ഇതുവരെ ചാറ്റ് ചെയ്തിട്ടില്ല. ഇയാളുമായി IMO കോൾ വിളിച്ചിട്ടില്ല, OTM വിളിച്ചിട്ടില്ല. ഞാൻ ഇയാൾ തമ്മിൽ ഫേസ്ബുക്കിൽ എന്തല്ല ലോകിക്കാരൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് എന്റെ പേര് ഇയാൾക്ക് മനസ്സിലായത്? എങ്ങനെയാണ് എന്റെ പേര് എനിക്ക് മനസ്സിലായത്? ഞാൻ ഇബ്രാഹിമാണെന്ന് ഇയാൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഇന്ന് വരെ ഞാൻ ഇയാളെ കണ്ടിട്ടില്ലല്ലോ, അയാൾ എന്നെയും കണ്ടിട്ടില്ലല്ലോ. പക്ഷേ സലാം അടക്കുന്നത് വഅലൈക്കുമുസ്സലാം യാ ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇത് കേട്ടപ്പോൾ മഹാൻ അത്ഭുതമായി പോയി. ഉടനെ ചോദിക്കുന്നു, ഓ മനുഷ്യ, കൈഫ അറഫ്തനി, നിനക്ക് എങ്ങനെയാ എന്നെ മനസ്സിലായത്? ഞാൻ ഇബ്രാഹിമാന്ന് എങ്ങനെയാ മനസ്സിലായത്? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്, അല്ലയോ ഇബ്രാഹിം, നിനക്കറിഞ്ഞുകൂടെ, മൻ ഖാഫല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈഅ, മൻ ഖാഫല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈഅ. പടച്ച റബ്ബിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് വല്ലവനും ജീവിച്ചാൽ, ലം യഖ്ഫ
ഫഅലൈഹി ശൈഇ, അയാളെ മേൽ അവ്യക്തമായി ഒന്നുമില്ലല്ലോ, അയാൾ അറിയാത്ത ഒന്നുമില്ലല്ലോ, അയാൾ കാണാത്തതൊന്നുമില്ലല്ലോ. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകം എന്നോവർ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ അവന്റെ കണ്ണ് ഞാനാകുമെന്ന് പറഞ്ഞത് അള്ളയല്ലേ, അവന്റെ കൈ ഞാനാകുമെന്ന് പറഞ്ഞത് അള്ളയല്ലേ, അവന്റെ കാല് ഞാനാകുമെന്ന് പറഞ്ഞത് അള്ളയല്ലേ. എന്ന് പറഞ്ഞാൽ സാധാരണ കണ്ണല്ലല്ലോ, സാധാരണ കാതല്ലല്ലോ, സാധാരണ കൈയല്ലല്ലോ, സാധാരണ കാലല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഉണ്ട് കുറച്ച് പൊട്ടന്മാര് അത് അംഗീകരിക്കാനുള്ള മനസ്സില്ല. എങ്ങനെ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച മഹാന്മാർക്ക് അല്ല പറയുന്നു, ഞാൻ അവർക്ക് അത്ഭുതമുള്ള കണ്ണ് കൊടുക്കും, ഞാൻ അവർക്ക് അത്ഭുതമുള്ള കാത് കൊടുക്കും, ഞാൻ അവർക്ക് അത്ഭുതമുള്ള കൈ കൊടുക്കും എന്ന് അല്ല പറയാണ്. അപ്പോ കുറച്ചാൾക്കാരുണ്ട് വളരെ ന്യൂനപക്ഷമായ ചില പാവങ്ങൾ, ഒരു പറയാണ് അല്ല അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കൂല, അങ്ങനെ ഔലിയാക്കൾക്ക് മറഞ്ഞ കാര്യമൊന്നും കാണാനുള്ള കഴിവൊന്നും ഇല്ല, മറഞ്ഞ കാര്യമൊന്നും കേൾക്കാനുള്ള കഴിവൊന്നും ഔലിയാക്കൾക്കൊന്നും ഇല്ല. എന്നതോളം റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഗൗരവത്തോട് ചിന്തിക്കണം സഹോദരന്മാരെ, ഇത് ചെറിയ വിഷയമല്ലാതെ സുന്നത്ത് ജമാഅത്തിലായി അഹ്ലു സുന്നത്തിലായി മരണം വരെ നിന്നോളണം. ഈമാൻ തെറ്റിക്കൂടാ. നമ്മ വിചാരിക്കും അതെന്താ ഉസ്താദ് മുസ്ലിം അല്ലേ? എന്ത് മുസ്ലിം? എന്ത് മുസ്ലിം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ ശരീരത്തെ കുറിച്ച് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധന മാസിക എഴുതിയില്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ശവം ജീർണിച്ചു പോകും, ജീർണിച്ചാൽ മറ്റുള്ളവർക്ക് അതിന്റെ ദുർഗന്ധം വമിക്കും. അങ്ങനെ ജീർണിച്ചാൽ ദുർഗന്ധമുണ്ടാകുന്നത് കൊണ്ടാണ് ആര് മരിച്ചാലും മയ്യത്ത് മണ്ണിൽ കൊണ്ടുപോയി മറമാണമെന്ന് പറഞ്ഞത്. മുഹമ്മദ് നബിയുടെ മയ്യത്ത് ജീർണിച്ചു പോയിട്ട് ദുർഗന്ധം വരുമയില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നബിയുടെ മയ്യത്ത് മറവ് ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ചോദ്യമാണ്. റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ച് മണ്ണായി പോയി. ഇനി മുഹമ്മദ് നബി ഒന്നും കേൾക്കൂല, ഒന്നും അറിയൂല, ഒന്നും ചെയ്യാൻ കഴിയൂല എന്ന് പച്ചയായി പറയുന്ന കക്ഷികളുമായി നമുക്ക് ബന്ധം വേണ്ട, കൂട്ടുവേണ്ട. അവരെ മകൾക്ക് പുതിയാപ്പിളയാക്കണ്ട, അവരെ നമുക്ക് ബന്ധമാക്കി എടുക്കണ്ട. അവര് മരിച്ചാൽ മരണ വീട്ടിൽ പോകണ്ട, അവരെ മയ്യത്ത് നിസ്കരിക്കണ്ട. അത് മുത്തായ തങ്ങളോടുള്ള സ്നേഹമാണ് കേട്ടോ. അള്ളാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ചിലക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല, അത് പ്രശ്നമൊന്നുമില്ല ഉസ്താദെ. പുതിയാപ്പ് എടുക്കാൻ പോകുമ്പോ ചെറിയ മുജാഹിദിന്റെ ചായമുണ്ട്, അത് സാരിയില്ല. എന്ത് സാരിയില്ല എന്ന്? അതിനേക്കാളും വലിയ ക്യാൻസർ വേറെ ഏതാ ഉള്ളത്? അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിൽ നബി തങ്ങളോട് പറയാൻ പറഞ്ഞില്ലേ? നബിയോട് പറയാൻ പറഞ്ഞില്ലേ? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലകും വറസൂലുഹു. നബിയേ തങ്ങൾ പറയൂ ജനങ്ങളോട്, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ അമൽ ചെയ്തോളൂ, പ്രവർത്തിച്ചോളൂ. ഫസയറല്ലാഹു അമലകും, നിങ്ങളെ അമൽ അല്ലാഹു കാണുന്നുണ്ട്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂൽ കാണുന്നുണ്ട് എന്ന് ജനങ്ങളോട് പറയൂ നബിയേ. ഈ ആയത്ത് കാലകാലമുള്ള ജനങ്ങൾക്ക് ബാധകമല്ലേ? ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് ബാധകമല്ലേ? ഹബീബായ തങ്ങൾ നമ്മുടെ സദസ്സ് കാണുന്നുണ്ട് കേട്ടോ, നമ്മുടെ വാക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പ്രവൃത്തി അറിയുന്നുണ്ട് കേട്ടോ. അല്ലാഹു ആ ഹബീബിന്റെ പൊരുത്തമുള്ള നോട്ടം നമ്മുടെ സദസ്സ് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വെച്ച വിഷയം എവിടെയാണ് ഞാൻ പറഞ്ഞു വെച്ചത്? വിഷയം മാറിപ്പോയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളെ
അംഗീകരിക്കാൻ നമുക്ക് മനസ്സ് വേണം. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മനുഷ്യന്റെ മറുപടിയാണ്, മൻ ഖാഫല്ലാഹ ലം യഖ്ഫ അലൈഹി ശൈഅ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് വല്ലവനും ജീവിച്ചാൽ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ, ലം യഖ്ഫ അലൈഹി ശൈഅ, അയാളുടെ മേൽ അവ്യക്തമായി ഒന്നുമില്ലല്ലോ എന്ന് ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിനോട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞപ്പോ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, ഈ കടന്നൽ കുത്തേറ്റ് കൊണ്ട് കിടക്കുന്ന ചെറുപ്പക്കാരനില്ലേ, അദ്ദേഹം ഒരു സാധാരണ യുവാവല്ല, ഒരു സാധാരണക്കാരനല്ല, ഇത് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് എന്നാണ്. സാധാരണ മനുഷ്യനല്ല. സാധാരണ മനുഷ്യനാണെങ്കിൽ അങ്ങനെ പറയൂല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, മോനെ, ഇന്നി ലഅരിഫു ലക ഹാലൻ, നിങ്ങൾ വലിയ മഹാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എന്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, എന്റെ പേര് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, അപ്പൊ നിങ്ങൾ വലിയ മഹാനാണല്ലോ. കടന്നൽ കുത്തേറ്റുകൊണ്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിനോട് ഒന്ന് ദുആ ചെയ്തുകൂടെ? കടന്നൽ കുത്തേറ്റുകൊണ്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ? ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ തിരിച്ചിങ്ങോട്ടൊരു ചോദ്യം, അല്ലയോ ഇബ്രാഹിം, ഇന്നി ലഅരിഫു ലക ഹാലൻ, നിങ്ങളും വലിയ മഹാനാണല്ലോ, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ മഹത്വമുള്ള മഹാനാണല്ലോ, നിങ്ങൾക്കും ഒന്ന് പടച്ചോനോട് ദുആ ചെയ്തുകൂടെ? ഈ ചെറുപ്പക്കാരൻ തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കുകയാണ്, നിങ്ങൾക്കും അതാണ് ദ്വാരനൂടെ. എന്ത്? നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ മനസ്സിൽ ആശ വെച്ചില്ലേ പഴുത്ത റുമാമ്പഴം കിട്ടണോ? എന്നിട്ട് നടന്നു വരുമ്പോ വഴിക്കുന്ന കിട്ടിയ റുമ്മാൻ പുളിയുള്ള റുമ്മാനല്ലേ കിട്ടിയത്? ആ റുമ്മാൻ നിങ്ങൾക്ക് പിടിക്കാത്തോണ്ട് തുപ്പിയില്ലേ നിങ്ങള്? എന്നിട്ട് വീണ്ടും പഴുത്ത റുമ്മാമ്പഴം കിട്ടണമെന്ന് ആശ വെച്ചിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? നിങ്ങൾക്കൊന്ന് അല്ലാഹുവോട് വേർന്നൂടെ? പടച്ചോനെ, എന്റെ കൽബിൽ റുമ്മാമ്പഴത്തോട് നീ ആശ തരല്ലേ അല്ലാഹ്, എന്നാ പിന്നെ ഇതിന്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾക്കൊന്ന് വേർന്നൂടേതോ? ആ സമയത്ത് മഹാൻ ചിന്തിക്കുന്നു. അപ്പോഴാണ് വീണ്ടും യുവാവിന്റെ മറുപടി. അപ്പോഴാണ് ഇബ്രാഹിമുൽ ഖവാസ് തങ്ങൾ ഈ ചെറുപ്പക്കാരനോട് പറയുന്നു, മനുഷ്യ, നിങ്ങളുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് വല്ലാതെ മനസ്സ് വേദനിക്കുന്നു. കടന്നലിന്റെ കുത്തേറ്റുകൊണ്ട് നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ? നിങ്ങളുടെ ശരീരത്തിന് വിഷമമുണ്ടാകുന്നില്ലേ? അപ്പോഴാണ് യുവാവിന്റെ മറുപടി, ഇബ്രാഹിം, എന്റെ ശരീരത്തിൽ കടന്നൽ കുത്തുമ്പോ എനിക്ക് വേദനയില്ല. ഞാൻ ഓരോ കടന്നലും എന്റെ ശരീരത്തിൽ കുത്തുമ്പോ അതിന്റെ സുഖം ഞാൻ ആസ്വദിക്കുകയാണ്. എന്റെ ശരീരത്തിൽ ഓരോ കടന്നലും കുത്തുമ്പോ അതിന്റെ സുഖം ഞാൻ ആസ്വദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കടന്നൽ കുത്തുമ്പോ നല്ല സുഖമാണോ ഉണ്ടാവുക? കടന്നൽ കുത്തുമ്പോ സുഖമാണോ ഉണ്ടാവുക? നല്ല വേദനയല്ലേ അനുഭവിക്കുക? പക്ഷെ ഇയാള് പറയുന്നു, ഈ കടന്നൽ കുത്തുമ്പോ ഞാൻ നല്ല സുഖത്തിലാണ്, നല്ല സുഖം ആസ്വദിക്കുകയാണ്. ചോദിച്ചു, നീ എന്ത് പോയത്താ പറയുന്നത്? കടന്നലിന്റെ കുത്തേറ്റുന്ന സുഖമാണോ? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഓ മനുഷ്യ, സുബ്ഹാനല്ലാഹ്, ഏതുപോലെ ദ്വാരക്കാൻ വേണ്ടി ലിസ്റ്റ് വായിക്കുമ്പോ അതിലൊരു ലിസ്റ്റിലുണ്ട്, ഉസ്താദേ, ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് വേണ്ടി ദ്വാരക്കണം, അല്ലേ? എല്ലായിടത്തും പോയാലുള്ള ഒരു ദ്വാന്റെ ഒരു മാറ്ററാണ്. ഭാര്യയുടെ സുഖപ്രസവത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ നേർച്ച. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രസവം എന്ന് പറഞ്ഞ സാധനം സുഖമുള്ള ഏർപ്പാടാണോ? എന്ത് പേർക്ക് വേണ്ടി അവിടെ ചോദിച്ചു, പ്രസവിക്കുക എന്നുള്ളത് നല്ല സുഖമുള്ള ഏർപ്പാടാണോ?
എത്ര 9 മാസമല്ലല്ലോ, 9 മാസം സഹിച്ചിട്ട് ആ പ്രസവിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് മരണത്തിനേക്കാളും വലിയ കടുപ്പുള്ള വേദനയല്ലേ അത്. പിന്നെ എന്തിനാണ് ഓപ്പറേഷൻ ഇല്ലാതെ പ്രസവിക്കുന്നതിനാണ് എന്ത് പറയാ, സുഖപ്രസവം എന്ന് പറയാ അല്ലെ. ഓപ്പറേഷൻ അങ്ങ് പിന്നെയും സുഖം എന്ന് പറയാം. കാരണം മയക്ക് വെടിയെല്ലാം വെട്ടിച്ചിട്ടാണ് ഓൾ അറിയാണ്ട് മുറിച്ചിട്ട് കുട്ടിനെയും എടുക്കുക, പിന്നെയാണ് വേദന വരിക. അപ്പൊ പ്രസവം ഒരു സുഖമുള്ളായിരിക്കും, ഒന്നും അറിയാണ്ട് പ്രസവിക്കുകയാണ്, അതിന്റെ പേരാണ് സുഖപ്രസവം എന്ന് പറയേണ്ടത്. പക്ഷെ ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞതിനാണ് ഓപ്പറേഷൻ ഇല്ലാണ്ട് റാഹത്തായി പ്രസവിക്കുന്നതിന്റെ പേരാണ് എന്താ പേര്, സുഖപ്രസവം. എന്താണ് പേരിടാൻ കാരണോ? അങ്ങനെ പേരിട്ടാൻ കാരണമുണ്ട്. ഇപ്പോൾ പ്രസവിക്കുന്ന സമയത്ത് നല്ല വേദനയാണ്, പക്ഷേ പ്രസവം കഴിഞ്ഞാൽ പിന്നെ കുറെ കാലം സുഖമാണ്. ആ കുട്ടിയെ കാണുമ്പോൾ എന്തൊരു സുഖമാണ്, കുട്ടി എഴുന്നേറ്റ് നടക്കുമ്പോൾ എന്തൊരു സുഖമാണ്, കുട്ടി ചിരിക്കുമ്പോൾ എന്തൊരു രസമാണ്, കുട്ടി ഉമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തൊരു സുഖമാണ്, കുട്ടി വളർന്ന് വലുതാകുമ്പോൾ എന്തൊരു രസമാണ്. അവസാനം മരിക്കുന്നതുവരെ ഈ മകൻ ഉമ്മയെ സംരക്ഷിക്കുന്നത് വലിയ സുഖമല്ലേ. ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സുഖം കിട്ടാൻ ഒരു ചെറിയ സമയത്തെ വേദനയല്ലേ സഹിക്കുന്നത്. അതുകൊണ്ട് ആ സുഖപ്രസവം എന്ന് പേരിട്ടത്. എന്നതുപോലെ ശരീരത്തിൽ കടന്നൽ ഇപ്പോൾ കുത്തുന്നുണ്ടെങ്കിലും ഓരോ കടന്നൽ കുത്തുമ്പോഴും ഞാൻ വലിയ സുഖത്തിലാണ് കേട്ടോ, ഞാൻ വലിയ സന്തോഷത്തിലാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്. ഖുറസുൽ സദാത്ത് സയ്യിദ് ഫളൽ കോയമത്തങ്ങൾ ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാ വജബ ശുക്റു അലൈനാ മാ ദഅ ലില്ലാഹി ദാ. അതെല്ലാവരും സഹസ്രീകരിക്കും. ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പ വന്നു, അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. എല്ലാവരും ആരും നിൽക്കുക സാർ, ഇനി നിൽക്കാൻ പാടില്ല. എൻ്റെ സഹസ്രി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. മുത്തായ തങ്ങളുടെ പേരക്കുട്ടിയാണ്, അതും ഖുറത്തു സാദാത്താണ്, താജുൽ ഉലമയുടെ മോനാണ്. ശരിക്കും ഭയപ്പെടണം. അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വ സയ്യിദന്മാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസിഡന്റായൊരു സ്ഥാപനമുണ്ട് കണ്ണൂർ ജില്ലയിൽ, ഹസൻ അൽ ബസരി, അവിടുത്തെ ഖതീബാണ് ഞാൻ. അതുകൊണ്ട് ആ ഉസ്താദുക്കൊരു ബന്ധം ഉണ്ടായിരുന്നു. അല്ലാഹു തആല ആ ബന്ധം സ്വർഗത്തിലെത്താനുള്ള ബന്ധമാക്കി തരട്ടെ. എല്ലാവരും സഹസിക്കരുത്. ഞാൻ പ്രസംഗം നിർത്താൻ വേണ്ടി പോവാണ്. തങ്ങൾക്കുള്ള നസീഹത്തും ദുആയും നടക്കും. ഞാൻ പറഞ്ഞു വെച്ച വിഷയം, ഈ ചെറിയ കടന്നലിന്റെ കൊത്തേറ്റപ്പോൾ സുബ്ഹാനല്ലാഹ് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലിന് മുഅ്മിനായ മനുഷ്യന്റെ കാലിന് ഒരു മുള്ള് തറച്ചാൽ അതിന് ആഖിറത്തിൽ വലിയ പ്രതിഫലമാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം പനി ബാധിച്ചാൽ അവന്റെ ഒരു കൊല്ലത്തെ ചെറുദോഷങ്ങൾ ഒരൊറ്റ ദിവസത്തെ പനി കൊണ്ട് പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ്. ഒറ്റ രാത്രി പനിച്ചാൽ ഒരു കൊല്ലത്തെ ദോഷം പൊറുക്കുകയാണ്. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള വലിയ സമ്മാനമല്ലേ, വലിയ സന്തോഷമല്ലേ. അതുകൊണ്ടാണ് ഈ മനുഷ്യൻ പറഞ്ഞത്, കടന്നലിന്റെ കുത്തുകൊള്ളുമ്പോൾ ഞാൻ വലിയ സുഖത്തിലാണ്, എനിക്ക് റബ്ബ് സ്വർഗത്തിൽ തരുന്ന സ്ഥാനം ഇങ്ങനെ കാണുകയാണ്. അത് കണ്ടപ്പോൾ എനിക്ക് പിന്നെയും കുത്തട്ടെ കുത്തട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്. എനിക്കൊരു ടെൻഷനും മനസ്സിലില്ല. പക്ഷെ എന്റെ ടെൻഷൻ എന്താണെന്നറിയോ? അല്ലയോ ഇബ്രാഹിം, എനിക്കൊരു മനസ്സിലൊരു വിഷമമുണ്ട്. അത് എന്നെ ഓർത്തിട്ടല്ല, നിങ്ങളെ ഓർത്തിട്ടാണ് കേട്ടോ. നിങ്ങളെ ഓർത്തപ്പോൾ എന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷൻ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്നെ ഓർത്ത് നിങ്ങൾക്ക് എന്താ ടെൻഷൻ, എന്നെ ഓർത്ത് നിങ്ങൾക്ക് എന്താ വിഷമം? അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന്റെ മറുപടി, അല്ലയോ ഇബ്രാഹിം,
വരുന്ന വഴിക്ക് റുമ്മാമ്പഴം ഒന്ന് കിട്ടിയില്ലേ, അതിന്റെ തൊലി പൊളിച്ചിട്ട് കുരുവായിലിട്ടില്ലേ, അപ്പോൾ ഒരു ചെറിയ പുളിയുടെ രസം നിങ്ങൾക്ക് കിട്ടിയില്ലേ, ആ പുളിയുടെ രസം ഒരു സുഖമുള്ള രസമല്ലേ? അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ല പറഞ്ഞിട്ടില്ലേ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എത്ര ചെറിയ നിസ്സാരമായ സുഖമാണെങ്കിലും പടച്ച റബ്ബിന്റെ കോടതിയും ചോദ്യം ചെയ്യപ്പെടും കേട്ടോ എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ ഇബ്രാഹിം? അതുകൊണ്ട് റുമ്മാമ്പഴത്തിന്റെ ചെറിയ പുളിയുടെ രസത്തെ കുറിച്ച് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ നിങ്ങൾ കൈവിരൽ കടിക്കൂലേ? അതോർത്തിട്ട് എനിക്ക് ടെൻഷനാണെന്നും ഈ ചെറുപ്പക്കാരൻ മറുപടി പറയുന്നു. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു തന്ന ആരോഗ്യമാണെങ്കിലും സമ്പത്താണെങ്കിലും സമയമാണെങ്കിലും ഏത് നിഅമത്താണെങ്കിലും റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന നല്ല ബോധം വേണം. റബ്ബ് നമ്മളെ കയ്യിലേക്ക് ആരോഗ്യം തന്നത് ആരോഗ്യം വെറുതെ നശിപ്പിക്കാനല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചു തീർക്കാനല്ല, ക്രിക്കറ്റ് താരങ്ങൾക്ക് പിന്നാലെ പോകാനല്ല. നിനക്ക് അല്ലാഹു തആല സമ്പത്ത് തന്നത് കണ്ടവന്റെ കട്ടൗട്ട് വെക്കാനല്ല, കളികളുടെ താരങ്ങളുടെ ഫോട്ടോ വെക്കാനല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിന് വേണ്ടി ചെലവഴിക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കാനാണ്. നിന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യുമ്പോൾ നീ പണം കൊടുത്തത് മെസ്സിയുടെ കട്ടൗട്ട് വെക്കാനല്ലേ 30,000, റൊണാൾഡോയുടെ കട്ടൗട്ട് വെക്കാനല്ലേ 50,000? ചോദിക്കട്ടെ, ആ 30,000 മെസ്സിയുടെ കട്ടൗട്ടിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഗ്രാമങ്ങളിലും എത്ര ഫുട്ബോൾ താരങ്ങളെ കട്ടൗട്ടുകളാണ് ഈ വേൾഡ് കപ്പിന് വേണ്ടി ചെലവഴിച്ചത്? ലക്ഷങ്ങളല്ലേ അനാവശ്യമായി ദൂർത്തടിച്ചത്? ആ മെസ്സി ഒരു നോക്ക് നോക്കിയോ നിങ്ങളെ? ഒരു പരിഗണിച്ചോ നിങ്ങളെ? വേദനയോടുകൂടി ഞാൻ പറയട്ടെ, ഇക്കഴിഞ്ഞ ഫിഫ വേൾഡ് കപ്പിന് ഖത്തറിന്റെ ഗാലറിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ അലറി വിളിക്കുകയാണ്, ചെറുപ്പക്കാരൻ വിളിക്കുകയാണ്. വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ. എന്താ വിളിക്കുന്നത്? മെസ്സി മെസ്സി ഒന്ന് നോക്കടാ, മെസ്സി മെസ്സി ഒന്ന് നോക്കടാ എന്നിങ്ങനെ ഗാലറിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ഒന്ന് നോക്കടാ എന്ന് പറഞ്ഞ മലയാളത്തിലാണ്, തിരിയൂല എനിക്ക്. പക്ഷേ മെസ്സി എന്ന് വിളിച്ചാൽ മനസ്സിലാവുമല്ലോ പേര് വിളിച്ചത്. പക്ഷേ ഗാലറിയിൽ നിന്ന് പണം കൊടുത്ത് ടിക്കറ്റ് എടുത്ത് കളി കാണാൻ പോയിട്ട് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന മെസ്സിയെ തട്ടഹസിച്ച് തൊണ്ട പൊട്ടുമാറി വിളിച്ചിട്ട് ആ മെസ്സി എന്ന താരം ഒരു നോക്ക് പോലും അവനെ നോക്കിയില്ലല്ലോ, ഒരു പരിഗണന പോലും കൊടുത്തില്ലല്ലോ, ഒന്ന് കൈകൊണ്ട് പോലും ആംഗ്യം കാണിച്ചില്ലല്ലോ. എന്നാൽ ചെറുപ്പക്കാരാ, പാതിരാ സമയത്ത് നീ വിളിക്കൂ. 4000 കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിൽ നമ്മുടെ ഒരു നേതാവ് വിശ്രമിക്കുന്നുണ്ട്. എഴുന്നേറ്റ് വിളിക്കൂ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മദീനയിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ നിന്റെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചാൽ റസൂലുള്ള അവിടുന്ന് വഅലൈക്കുമുസ്സലാം എന്ന് സലാം മടക്കുന്നുണ്ട് കേട്ടോ. ആ നേതാവ് നിനക്ക് മറുപടി പറയുന്നുണ്ട് കേട്ടോ. ആ നേതാവിനെയും വിട്ടേച്ചുകൊണ്ട് കണ്ട കളിക്കാർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതിന് പകരം ഔലിയാക്കളെ സ്നേഹിക്കൂ, മഹാന്മാരെ ആദരിക്കൂ, അവർക്ക് വേണ്ടി വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കൂ. നമ്മുടെ സമ്പത്ത് അത്തരം ഇസ്ലാം പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് മഹാന്മാരോട് മഹതേ പൊരുത്തവും അവരെ ഗുരുത്വവും വാങ്ങിയിട്ട് നാളെ ആഖിറത്തിൽ അവരെ സ്നേഹിച്ചതിന്റെ പേരിൽ, അവരാദരിച്ചതിന്റെ പേരിൽ അവർ വാശി പിടിക്കുമത്രേ സഹോദരങ്ങളെ. നാളെ ആഖിറത്തിൽ നാം ആരെയാണോ സ്നേഹിച്ചത്, നാം ആദരിച്ച ഔലിയാക്കളില്ലേ, നാം ബഹുമാനിച്ച മഹാന്മാരില്ലേ, അവർ ചെറിയ കൊച്ചു കുട്ടികളെ പോലെ എന്നെ സ്നേഹിച്ച ഇന്നാളുകളുണ്ട്. എന്റെ മഖ്ബറക്ക് വേണ്ടി പണം ചെലവഴിച്ചവരുണ്ട്. എന്റെ മഖ്ബറയെ പുതിയ പിഴറ പോലെയാക്കാൻ നല്ല സന്തോഷമുള്ള സിയാറത്ത് വരുന്നവർക്ക് സൗകര്യപ്രദമായ രൂപത്തിലാക്കിയെടുക്കാൻ 10,000 തന്നവരുണ്ട്. റബ്ബേ, അവരില്ലാതെ ഞാൻ സ്വർഗത്തിലേക്കില്ല, അവരില്ലാതെ ഞാൻ സ്വർഗത്തിലേക്കില്ല എന്ന് ഔലിയാക്കൾ വാശി പിടിച്ച്
അവരെ സ്നേഹിച്ച മുഹിബ്ബീങ്ങളുടെ കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. തങ്ങളെ ഇരുത്തിട്ട് വയത് പറയിൽ എനിക്ക് അദബ് കേടാണ്. അതുകൊണ്ട് എന്റെ മാന്യ സഹോദരങ്ങളോട്, മഹാന്മാരായ സാദാത്യങ്ങളുള്ള സദസ്സാണ്. റജബിന്റെ അവസാന രാത്രിയിലേക്ക് അടുക്കുകയാണ്. ഒരുപാട് ഔലിയാക്കളൊക്കെ സമാനമായ ആലിമീങ്ങളുള്ള മജ്ലിസാണ്. ധാരാളം മുതഅല്ലിമീങ്ങളുള്ള സദസ്സാണ്. അതിനേക്കാളപ്പുറം ഒരു വലിയ മഹാന്റെ മഖ്ബറയുടെ സമീപത്താണ് നമ്മളുള്ളത്. ആ മഖ്ബറയെയും ഈ ഇരിക്കുന്ന സർവ്വ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും സാക്ഷിയാക്കി ഞാൻ ചോദിക്കുന്നു, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരാളുണ്ടോ അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഖ്ബറ ഭംഗിയാക്കിയതിന്റെ പേരിൽ അതാ ഒരു 17 ലക്ഷം ഇതിന്റെ കമ്മിറ്റിക്കാർക്ക് കടമുണ്ട്, ഇൻഷാ അല്ലാഹ് ഒരു 10,000 രൂപ ഞാൻ തരാം എന്ന് തന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരാൾ കൈവന്ദിക്കുമോ? ഈ അഹ്ലു ബൈത്ത് നിങ്ങൾക്ക് സാക്ഷിയാണ്. അവർ നിങ്ങൾക്ക് കൈപിടിക്കുന്നതാണ്. ഈ കിടക്കുന്ന മഹാ നിങ്ങൾ രക്ഷപ്പെടുത്തുന്നതാണ്. നാളെ ആരോരുമില്ലാത്ത സമയത്ത് അവർ നമ്മെ സഹായിക്കുന്നതാണ്. ആരെങ്കിലും ഒരാൾ ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഒരു 10,000 രൂപ 3 മാസം കൊണ്ട് ഞാൻ കൊടുത്തോളാം എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ ഈ ആയിരക്കണക്കിന് ആളുടെ സദസ്സിൽ നിന്ന് പറയാനുണ്ടോ? നിങ്ങൾക്ക് വലിയ ജവാബ് കിട്ടുന്ന ദുആ ഇവിടെയുണ്ട്. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ മഹത്വമുള്ള മഹാന്മാർക്ക് വേണ്ടി പണം ചെലവഴിക്കുന്ന നല്ല മനസ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനേ. ഒരു ചെറിയ രോഗം വന്നാൽ CT സ്കാനിന് വേണ്ടി 6,000 മറ്റുള്ള ട്രീറ്റ്മെന്റിന് 4,000 ടെസ്റ്റുകൾക്ക് 10,000 റബ്ബേ, സഹായിക്കുന്ന മുഅ്മിനീങ്ങളെ അത്തരം പരീക്ഷണങ്ങളെ തൊട്ട് നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് റജബ് മാസം ഖാജാ തങ്ങളുടെ മാസമാണ്. ഇമാം നവവി തങ്ങളുടെ മാസമാണ്. ഇമാമുന ശാഫിഈ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടുമാസമാണ്. ആ മഹാന്മാരെ ബർക്കത്തുണ്ട് അല്ലാഹു നമ്മളെല്ലാം സലാമത്താക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിക്കും മദ്രസക്കൊക്കെ ലൈറ്റ് കത്തിക്കാനും ഫാൻ കറങ്ങാനൊക്കെ ആവശ്യമായ ഒരു ജനറേറ്റർ ഇവിടെ ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ജനറേറ്റർ വാങ്ങിയാൽ ഒരുപാട് നന്മകൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകും. അതിലേക്ക് ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ്. ആരാ തുടക്കം കുറിക്കുന്ന ആള്? ഖുറത്തു സാദാത്ത് ബഹുമാനപ്പെട്ട